ദൈവത്തിന് സ്തോത്രം. ദൈവം നല്ലവനാണ്. ചാനൽ മാറ്റരുത്. 1 മണിക്കൂർ എനിക്ക് തരിക. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല ഞാൻ ഉറപ്പ് പറയാൻ. കാരണം സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, ബഹുമാനത്തോടെ ഞാൻ ഏകവചനത്തിൽ പറയുകയാണ്, നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സന്ദേശം തന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീസസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ജീസസ് ഫാമിലിയിൽ ആർക്കും വരാം. പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് വരാം, കത്തോലിക്കർക്ക് വരാം, ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് വരാം. യേശുവിൻ്റെ വചനം കേൾക്കണമെന്നും യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്നും താല്പര്യം ആർക്കൊക്കെ ഉണ്ടോ സകലർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം, പക്ഷേ അതിനു മുമ്പ് ഞാനൊരു ഫലിതം പറയട്ടെ. ഫലിതം പറഞ്ഞിട്ടാണ് ഞാനെപ്പോഴും പ്രസംഗം തുടങ്ങുന്നത്. ഒരു ഫലിതം. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാൾക്ക് എന്നും ബിയർഡ് ഉണ്ടായിരുന്നു. ഫാഷൻ കറിപ്പ് മാത്രമല്ല, അതിനു മുമ്പും അദ്ദേഹത്തിന് താടി ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം വിചാരിച്ച് താടി അങ്ങ് എടുത്ത് കളയാം. താടി വെച്ചിട്ടുള്ളവരൊക്കെ പറയാം, നരച്ചു കഴിഞ്ഞാൽ പ്രായം കൂടുതൽ തോന്നിക്കും താടി നരച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ച് താടി എടുത്ത് കളയാം. അദ്ദേഹം ബാത്റൂമിൽ പോയി താടി അങ്ങ് എടുത്തു. തിരിച്ചു വന്നപ്പോൾ 5 വയസ്സുള്ള മോളോട്ട് നിന്ന് കളിക്കുകയാണ്. മോള് പറഞ്ഞു, മോളെ എന്താ, നീ എന്നെ കണ്ടോ? കണ്ടു. എന്തെങ്കിലും പ്രത്യേകത കണ്ടോ? ഇല്ല. എടീ, എൻ്റെ താടി പോയോ? ഞാൻ എടുത്തില്ല, വെറുതെ ചുമ്മാ എൻ്റെ പുറത്തെല്ലാം പഴിയിടുകയാണ്. കുഞ്ഞുങ്ങൾ നമ്മൾ കാണുന്നതെല്ലാം കാണണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഹൃദയവും കുഞ്ഞുങ്ങളുടെ കണ്ണുമൊക്കെ ചിലപ്പോൾ നല്ലതാണ്, ചിലപ്പോൾ. ഹല്ലേലൂയ. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം, നാളെ ഈ നേരത്ത് ദൈവം അത് ചെയ്യും. നാളെ ഈ നേരത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. 2 രാജാക്കന്മാർ 6-ാം അധ്യായം അതിൻ്റെ 24 വാക്യങ്ങൾ വേദസ്ഥമുണ്ടോ? ഉണ്ടായിരിക്കണം. നോട്ട്ബുക്ക് ഉണ്ടോ? ഉണ്ടായിരിക്കണം. പേന ഉണ്ടോ? ഉണ്ടായിരിക്കണം. റെഡിയായിട്ട് വെച്ചേക്കണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതോ അല്ലെങ്കിൽ ഒരു വിശദീകരണം ആവശ്യമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ എഴുതിയെടുത്താൽ, വേദപുസ്തകത്തിൽ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയും. 24-ാമത്തെ വാക്യം. ആരാം രാജാവായ ബെൻഹദദ് തൻ്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ടു എന്ന് ശമരിയെ വളഞ്ഞു എന്ന് പറഞ്ഞാൽ തൻ്റെ സൈന്യത്തെ മുഴുവൻ, നമുക്കറിഞ്ഞൂടെ എത്ര പേരുണ്ടെന്ന്, 6000, 7000, 10000 അതിൽ കൂടി എന്നിട്ട് ശമരിയ പട്ടണത്തെ മുഴുവനായിട്ട് വളഞ്ഞു എന്ന് പറഞ്ഞാൽ ഖെരാവോ ചെയ്തിരിക്കുക. നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഖെരോവായി ചെയ്തിരിക്കുകയാണ്. അകത്തോട്ടാർക്കും പോകാനൊക്കത്തില്ല, പുറത്തോട്ടാർക്കും വരാനൊക്കത്തില്ല. ശമരിയ പട്ടണം എന്ന് പറയുന്നത് എന്താണ്? അത് ഇസ്രായേലിൻ്റെ ഹെഡ് ക്വാർട്ടറാണ്. അന്ന് ഇസ്രായേൽ ജനം 2ആയിട്ട് ഭാഗിക്കപ്പെട്ടിരിക്കുകയാണ്. യഹൂദ അവിടെ യെരുശലേമാണ്, ഇസ്രായേൽ ശമരിയ പട്ടണം. ഇതിനെ വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കിട്ടത്തില്ല, വെള്ളമില്ലെങ്കിൽ കിട്ടത്തില്ല, ആർക്കും വെളിയിൽ പോകാനൊക്കത്തില്ല. ആ സമയത്ത് മഹാക്ഷാമം ഉണ്ടായി. മഹാക്ഷാമം എന്ന് പറഞ്ഞാൽ 1 വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം. ആദ്യമൊക്കെ മക്കൾ പിടിച്ചു നിൽക്കും. പിന്നെ അരി വന്നില്ലെങ്കിൽ, ഗോതമ്പ് വന്നില്ലെങ്കിൽ മഹാക്ഷാമം ഉണ്ടായി. 25-ാമത്തെ വാക്യം വായിക്കാം. അവർ ശമരിയ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമം ഉണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 ഖബ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. നമ്മുടെയും ജീവിതത്തിനകത്ത് ചിലപ്പോൾ ക്ഷാമം ഉണ്ടാകാം, ചിലപ്പോൾ മഹാക്ഷാമം ഉണ്ടാകാം. നമ്മുടെ ആരോഗ്യത്തിന് ക്ഷാമം ഉണ്ടാകാം, നമ്മുടെ കുടുംബ സമാധാനത്തിന് ക്ഷാമം ഉണ്ടാകാം, നമ്മുടെ ജോലിക്ക് ക്ഷാമം ഉണ്ടാകാം, നമ്മുടെ ബിസിനസ്സിന് ക്ഷാമം ഉണ്ടാകാം, നമ്മുടെ സഭയ്ക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടായെന്ന് വരാം. എല്ലാ സഭകളിലും പ്രശ്നം ഉണ്ടായെന്ന് വരാം. അകത്തുള്ള പ്രശ്നം, പുറത്തുള്ള പ്രശ്നം, പിന്നെ നാണക്കേടിൻ്റെ പ്രശ്നം, ഇതൊക്കെ ഉണ്ടായെന്ന് വരാം. മഹാക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാത്തിനും വില കൂടി. അത് ഞാൻ പിന്നീട് പറയാം. കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശ് പിന്നീട് പറയാമെന്നായിരിക്കും. പ്രാവിൻ്റെ കാഷ്ടത്തിന് അത് വിലയ്ക്ക് വിൽക്കുന്നു, അത് ഞാൻ പിന്നീട് പറയാം. ഇന്നും നിങ്ങൾക്കറിയാമോ, ക്ഷാമമുള്ള ദേശം ഇന്നും ഉണ്ട്. നമ്മൾ കാണുന്നില്ലായിരിക്കും, നിങ്ങൾ കാണുന്നില്ലായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നും അല്ലെങ്കിൽ ഞാൻ വീഡിയോയ്ക്കകത്തെങ്കിലും കണ്ടിട്ടുണ്ട്. മണ്ണ് കുഴച്ച് അപ്പം അതിനകത്ത് ഇച്ചിരി പഞ്ചസാരയോടെ ചേർത്തു അല്ലെങ്കിൽ ഗോതമ്പാവൂടെ ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കി കരിപ്പെട്ടി പോലെ വെളിയിൽ വെച്ച് ചുടുന്നു. എന്തിനാണെന്നറിയാമോ? മക്കൾക്ക് കൊടുക്കാൻ. വിശക്കുന്നത് മണ്ണ്, വെറും പച്ചമണ്ണ് ഉണക്കി പിള്ളേർക്ക് കൊടുക്കും, തിന്നാട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. ഇന്നും ക്ഷാമമുള്ള നാടുണ്ട്. നിങ്ങളുടെ മുമ്പാകെ ആഹാരം വരുമ്പോൾ നിങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ വീട്ടിൽ പരാതി പറയരുത്. ചിലർ പറഞ്ഞു, ഇതാണോ എന്നും തരുന്നു, ഇതെങ്കിലും ഉണ്ടല്ലോ മോനെ. കിടക്കെ ചെല്ലുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് 2 ഉള്ളത്, നമുക്ക് ഇല്ല, ഉള്ളതിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ക്ഷാമം ഉണ്ടായി. ഇസ്രായേൽ രാജാവ് അന്ന് ജോറാം എന്ന് പറഞ്ഞ മനുഷ്യനാണ്. 32-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കാം. ഹല്ലേലൂയ.
അവിടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏലീശാ തൻ്റെ വീട്ടിൽ മൂപ്പന്മാരോടുകൂടി ഇരിക്കുമ്പോൾ രാജാവ് ഒരാളെ തനിക്ക് മുമ്പായി അയച്ചു. ദൂതന് ഏലീശായുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പേ അവൻ മൂപ്പന്മാരോട്, എൻ്റെ തല എടുത്തു കളുവാൻ ആ കൊലപാതകപുത്രൻ ആളയച്ചിരിക്കുന്നു, നിങ്ങൾ കണ്ടുവോ? നോക്കുവീൻ, ദൂതൻ വരുമ്പോൾ നിങ്ങൾ വാതിലടച്ച വാതിൽക്കൽ അവനെ തടഞ്ഞുകൊള്ളുവീൻ. അവൻ്റെ യജമാനൻ്റെ കാലൊച്ച അവൻ്റെ പിൻപിൽ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അവിടെ 2 സ്ത്രീകൾ മക്കളെ പുഴുങ്ങി തിന്നു കേട്ടോ. ഒരു സ്ത്രീ അവരുടെ മോനെ പുഴുങ്ങി തിന്നു. ഇന്ന് എൻ്റെ മകൻ, നാളെ നിൻ്റെ മകൻ. അടുത്ത ദിവസം സ്ത്രീ സമ്മതിച്ചില്ല. അവൾ പറഞ്ഞു, ചെന്ന് രാജാവിൻ്റെ ഒക്കെ പരാതി പറഞ്ഞു. രാജാവ് പറഞ്ഞു, ദൈവത്തിന് സഹായിക്കാനേ ഒക്കത്തുള്ളൂ, ക്ഷാമമാണ്, ഞാൻ എന്ത് ചെയ്യാനൊക്കെ. അപ്പോഴാണ് പ്രവാചകൻ്റെ അടുക്കിലേക്ക് രാജാവ് പോന്നു. നമ്മുടെയും ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണം. മന്ത്രവാദിയുടെ ഒക്കെ പോവുകയല്ല, അല്ലേ? എന്ത് ചെയ്യണം? പക്ഷേ ഇയാൾ പോയത് വേറൊരു ഉദ്ദേശത്തോടെ പ്രവാചകൻ്റെ പുറത്ത് കുറ്റം ആരോപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എന്തു പറഞ്ഞു? ഹല്ലേലൂയ. ഈ കൊലപാതക പുത്രൻ, അവനെങ്ങനെയാ കൊലപാതക പുത്രനായത്? അവൻ ആരെങ്കിലും കൊന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ല. കൊലപാതക പുത്രൻ, അവൻ്റെ അമ്മ ഇസബേൽ, ഹല്ലേലൂയ, കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ചു. ഒരു കൃഷിക്കാരൻ, ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഒക്കെ പറഞ്ഞു, മുന്തിരിത്തോട്ടം തരണം തരത്തിലെന്ന് പറഞ്ഞു അവനെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ പറയട്ടെ, നാം ആരെയും കൊല്ലാൻ പാടില്ല. എങ്ങനെ കൊല്ലാം? വാക്കുകൊണ്ട് കൊല്ലാൻ പാടില്ല, അവരുടെ കുടുംബജീവിതം കൊല്ലാൻ പാടില്ല, ഒരു കല്യാണാലോചന കൊല്ലാൻ പാടില്ല, ആരെപ്പറ്റി അപവാദം പറഞ്ഞിട്ട് ഒരാളുടെ ഭാവി നശിപ്പിക്കാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു അമ്മയുടെ മകൻ. ഹല്ലേലൂയ. വാക്യം 33. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവൻ്റെ അടുക്കലെത്തി, ഇതാ ഈ അനർത്ഥം യഹോവയാൽ വരുന്നു, ഞാൻ ഇനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് പറഞ്ഞു. ആദ്യം രാജാവിൻ്റെ ആൾ വന്നു, പുറകെ രാജാവും വന്നു. ഈ പ്രവാചകൻ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതിന് മുമ്പേ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഈ അനർത്ഥം യഹോവയിൽ നിന്ന് വരുന്നു. യഹോവയിൽ നിന്നാണോ വന്നത്? അല്ലേ? അപ്പൻ്റെ മകൻ, അമ്മയുടെ മകൻ. പക്ഷെ പഴി മുഴുവൻ ദൈവത്തിന്. നമ്മളും പറയും, ദൈവമേ നീ ചതിച്ചോ? ദൈവമല്ല ചതിച്ചത്, നീയാണ് ചതിച്ചത്. ദൈവമല്ല ചതിച്ചത്, നിൻ്റെ അപ്പനാണ് ശപിച്ചത്. എന്തിനാ പഴി ചാരുന്നത്? ദൈവമല്ല ചതിച്ചത്. ഹല്ലേലൂയ. നാം സമയമെടുത്തിട്ട് നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കണം. എൻ്റെ പപ്പ എന്നെ ചിലപ്പോഴൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്, മോനെ, ശപിക്കപ്പെട്ട പപ്പായുടെ കുടുംബത്തിനകത്തൊരു ശാപം ഉണ്ടായിരുന്നു, അത് പപ്പായിക്കറിയാം. എന്തൊക്കെ പറയും, മോനെ നീ ദുഃഖ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോയില്ലല്ലോടാ. ശാപം നമ്മുടെ വല്യപ്പച്ചന്മാരുണ്ടാക്കി വെച്ചു, പാവപ്പെട്ടവൻ്റെ പുരേടം സ്വന്തമാക്കി. അതുകൊണ്ട് മോനെ, നീ ഈ ശാപത്തെ പലിശ സഹിതം കൂട്ടി വാങ്ങിക്കരുത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെക്കെല്ലാം പറയുകയാണ്, നമ്മൾ ദൈവത്തോട് അടുത്ത ദൈവമേ, എന്തുകൊണ്ടാണ് ഈ അനർത്ഥം വന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മകളുടെ വിവാഹം നടക്കാത്തത്? കർത്താവ്, എന്തുകൊണ്ടാണ് എൻ്റെ സഭ മാത്രം വളരാത്തത്? അപ്പുറത്തെ സഭ വളരുന്നു, ഇപ്പുറത്തെ സഭ വളരുന്നു, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു. കർത്താവ്, അവരുടെ മക്കൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി, എൻ്റെ കുഞ്ഞിനെ മാത്രം എന്ത് കിട്ടിയില്ല? നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അമേരിക്കയിൽ ഒരിക്കൽ ഒരു സുനാമി വന്നു കഴിഞ്ഞപ്പോൾ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് സുനാമി വന്നു കഴിഞ്ഞപ്പോൾ, ആ സമയത്ത് ആളുകൾ ചോദിച്ചു, എവിടെ ദൈവം? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ കഷ്ടം നമ്മുടെ നാട്ടിന് വന്നു? ഹല്ലേലൂയ. അതിന് ബില്ലി ഗ്രഹാമിൻ്റെ മകൾ ആൻ എന്ന് പറയുന്ന പെൺകുട്ടി, സ്ത്രീ, ANN, അവർ മറുപടി പറഞ്ഞു. അത് ടെലിവിഷനകത്ത് എല്ലാം വന്നു. അവരെന്ത് പറഞ്ഞു? നിങ്ങൾ സ്കൂളുകളിലെ പ്രാർത്ഥന നിർത്തി, ദൈവത്തെ വെളിയിലാക്കി, എന്നിട്ട് ചോദിക്കുക ദൈവം എവിടെയെന്ന്. കോടതിയിലെ ഭിത്തിയിൽ ജഡ്ജി ഇരിക്കുന്നിടത്ത് 10 കൽപ്പന, 5 കൽപ്പന, 5 കൽപ്പന, 10 കൽപ്പന ഉണ്ടായിരുന്നു. നിങ്ങൾ ഇളക്കി കളഞ്ഞു. ഹല്ലേലൂയ. 10 കൽപ്പന എടുത്തു മാറ്റി. എന്നിട്ട് ചോദിക്കുകയാണ് ദൈവം എവിടെയെന്ന്. 10 കൽപ്പനയിൽ ഉണ്ടായിരുന്നു കൊലപാതകം പാടില്ല എന്ന്. നിങ്ങൾ അബോർഷൻ അംഗീകരിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ് ദൈവം എവിടെയെന്ന്. ഹല്ലേലൂയ. ദൈവത്തെ പുറത്താക്കിയിട്ട് നിങ്ങൾ എന്നാ ചോദിക്കും? ഞാൻ നിങ്ങളുടെ ചോദിക്കാൻ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയിട്ട് ടെലിവിഷനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രോഗ്രാം കണ്ടു കഴിഞ്ഞു വെച്ച്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിധത്തിൽ പ്രവർത്തിച്ചിട്ട്, ദൈവം ഇഷ്ടമില്ലാത്ത വിധത്തിൽ മരുമോളോട് ഇടപെട്ടിട്ട്, അമ്മായിപ്പൻ ഇടപെട്ടിട്ട്, അമ്മായിമ്മ ഇടപെട്ടിട്ട്, ഹല്ലേലൂയ, ആൾക്കാരോട് ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞു വെച്ചിരിക്കുക. ദൈവം എവിടെ? ഞാൻ പറയാം, ദൈവം ദൈവിക്കുന്നതുകൊണ്ട് നീ നിൻ്റെ വീട്ടിൽ നിന്നും നിൻ്റെ സഭയിൽ നിന്നും ദൈവത്തെ വെളിയിലാക്കി കഴിഞ്ഞിട്ട് കള്ളക്കണക്ക് എഴുതി കഴിഞ്ഞും വെച്ച്, ഹല്ലേലൂയ. ഇവിടെ രാജാവ് വന്നു പറയും, ഇനി ദൈവത്തെ കാത്തിരിക്കുന്നത് എന്തിന്? ദൈവമേ, ഞാൻ പറയാം, ദൈവത്തെ കാത്തിരിക്കുന്നതിന് എൻ്റെ വല്യപ്പച്ചനോട് ചോദിച്ചാട്ടെ. എൻ്റെ വല്യപ്പച്ചൻ ഹല്ലേലൂയ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫിനോട് ചോദിച്ചാട്ടെ. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, 65-ാമത്തെ വയസ്സിൽ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിനക്ക് മക്കളുണ്ടാകും. 99-ാമത്തെ വയസ്സിലുണ്ടായി. എൻ്റെ ദൈവം എവിടെ? അവൻ ഇപ്പോഴും സ്വർഗത്തിലുണ്ടാവും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനായ ദൈവം. ഇസ്ഹാക്കിൻ്റെ ഒക്കെ ചോദിച്ചാൽ പറയും, എല്ലാവർക്കും ക്ഷാമമായ സമയത്ത് എനിക്ക് 100 മേനി വിളവ് കിട്ടി, ബാക്കി ആരും വിതയ്ക്കാതിരുന്ന കാലത്ത്. യാക്കോബിൻ്റെ ഒക്കെ ചോദിച്ചാൽ
ചോദിച്ചാൽ പറയും 20 വർഷം ഞാൻ ചതിക്കപ്പെട്ടു, എൻ്റെ അമ്മായിപ്പൻ എന്നെ ചതിച്ചു, ഞാൻ മഞ്ഞും വെയിലും കൊണ്ട് ആടിനെ തീറ്റി, പക്ഷേ ഞാൻ മടങ്ങി വന്നത് 20 വർഷത്തിന് ശേഷം മടങ്ങി വന്നത് 2 പട്ടാളം പോലെയാണ്. എവിടെ എൻ്റെ ദൈവം? ഹല്ലേലൂയ. യോസേഫിനോട് ചോദിച്ചാൽ പറയും, എൻ്റെ സഹോദരന്മാർ എൻ്റെ വസ്ത്രം ഊരിയെടുത്തു, എന്നെ പൊട്ടക്കിണറ്റിലിട്ടു, എന്നെ അടിമയായിട്ട് വിറ്റു, അവർക്ക് കിട്ടിയ രൂപ പോക്കറ്റിലിട്ടു. ഹല്ലേലൂയ. ജോലി ചെയ്തിടത്തെ കൊച്ചമ്മ വിളിച്ചു, ഇവിടെ അടുക്ക വന്നിരിക്കാൻ. ഞാൻ പോയില്ല, എൻ്റെ കൂടെ ശയിച്ചാട്ടെ. ഇല്ല, പോയില്ല. ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചപ്പോൾ എനിക്ക് അന്ന് 20 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പറഞ്ഞു പോഷനായിരുന്നു. കിട്ടിയ അവസരം, എടാ വല്ല എന്തൊക്കെ സ്വത്ത് കിട്ടുമായിരുന്നതാ, നിനക്ക് മുതൽ കിട്ടുമായിരുന്നതാ. ഇല്ല ഇല്ല, ഞാൻ എൻ്റെ ജീവിതം വിശുദ്ധ ജീവിതം നയിച്ചു, ഞാൻ പാപം ചെയ്യുവാൻ വിസമ്മതിച്ചു. എൻ്റെ ദൈവം എവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം കാണുന്നവനായ ദൈവം. യോശുവയോട് ചോദിച്ചാൽ അവൻ പറയും, ഞാൻ മോശയോടൊപ്പം പർവ്വതം കയറി 40 ദിവസം 40 പകലും മോശ ദൈവത്തോടൊപ്പമായിരുന്നു. ഞാനോ കൂരിരുട്ടത്ത് തണുപ്പത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. സൂര്യൻ ചൂടായി, ഇരുട്ടിൻ്റെ രാത്രി തണുപ്പ്. പിന്നെയും 2ാമത്തെ പ്രാവശ്യവും കയറി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ ഫുട് സ്റ്റെപ്പിൽ നടന്നു കയറിയത് നന്നായി. ഹല്ലേലൂയ. യുദ്ധത്തിൽ ഞാൻ യുദ്ധം ചെയ്തത് നന്നായി. ഞാൻ ദേശം ഭാഗിച്ചു കൊടുത്തു. അബ്രഹാം പറയും, പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഇസ്ഹാക്ക് പറയും, ആശയ്ക്ക് വകയുണ്ട്. യാക്കോബ് പറയും, ഹല്ലേലൂയ, ആരാധിക്കുന്നത് വെറുതെ ആയില്ല. ജോസഫ് പറയും, ഞാൻ പകരം വീട്ടാതെ ഇരുന്ന് എനിക്ക് നന്നായി. എൻ്റെ സഹോദരന്മാരോട് വിശുദ്ധ ജീവിതം പാലിക്കുന്നവൻ ഭോഷനല്ല, അവൻ പേടിത്തൊണ്ടനുമല്ല എന്ന് ജോസഫ് പറയും, വിയർപ്പൊഴുക്കിയതിനും വചനം പഠിച്ചതിനും പഠിപ്പിച്ചതിനും പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. സാക്ഷികളുടെ ഒരു സമൂഹം. ശമൂവേൽ പ്രവാചകന്റെ ചോദിച്ചാൽ അവൻ പറയും, മുലകുടി മാറിയ സമയം മുതൽ ഞാൻ ദൈവാലയത്തിലായിരുന്നു, എനിക്കതും നന്നായി. ദൈവാലയത്തിലായിരിക്കുന്നത് ഭാഗ്യമാണ്. രാജാക്കന്മാരെ അവരെ വാഴിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ദാവീദിൻ്റെ ഒക്കെ ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ, എൻ്റെ ജീവിതം മുഴുവൻ ആരാധനയായിരുന്നു. വനത്തിലായിരുന്ന സമയത്തും ആരും കാണാനില്ല, ഞാൻ ആരെങ്കിലും കാണാനല്ല ആരാധിച്ചത്, ഞാൻ അവിടെയും പാട്ടുപാടി ആരാധിച്ചു. ഹല്ലേലൂയ. ആരും കാണാതെ ആരാധിച്ച എന്നെ സ്വർഗസ്ഥനായ ദൈവം എല്ലാവരെയും കാണുക ആരാധിക്കുവാൻ തക്കോണം സൗകര്യം തന്നു. ഏലിയാവിൻ്റെ ഒക്കെ ചോദിച്ചാൽ ഏലിയാവ് പറയും, ദൈവത്തിന് വേണ്ടി ഞാൻ ഏകനായിട്ടാണെങ്കിലും നിലകൊണ്ടതിനാൽ ആകാശത്തിൽ നിന്നും തീറങ്ങുന്നത് കാണുവാൻ, ദൈവനാമം വാഴ്ത്തപ്പെടുന്നത് കാണുവാൻ, ഉണർവുണ്ടാകുന്നത് കാണുവാൻ, സകലരും യഹോവ ദൈവം എന്ന് വിളിച്ചു പറയുന്നത് കാണുവാനുള്ള ഭാഗ്യം എനിക്ക് തന്നേ. എലീശായൊക്കെ ചോദിച്ചാൽ എലീശ പറയും, ഹല്ലേലൂയ, നിലവും കലപ്പയും കാളയും വിട്ടത് നന്നായി. അതുകൊണ്ട് എന്താ, ഏലിയാവിനുണ്ടായിരുന്നതിനേക്കാൾ ഡബിൾ കൃപ, ഹല്ലേലൂയ, ഇരട്ടി അനുഗ്രഹം എനിക്ക് കിട്ടി. ഈ എലീശായോട് അന്ന് രാജാവ് വന്ന് ചോദിക്കുന്നത്, ഈ ദൈവത്തെ ആരാധിച്ചിട്ട് സത്യദൈവത്തെ ആരാധിച്ചിട്ട് എന്താ പ്രയോജനം? ഹല്ലേലൂയ. സത്യദൈവത്തെ വിട്ടവനാ വന്ന് ചോദിക്കുന്നത്, അന്യദൈവങ്ങളെ ആരാധിച്ചവനാ വന്ന് പറഞ്ഞത്. ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും പുന്നാര മോനാണ് വന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിച്ചിട്ട് എന്ത് പ്രയോജനം? ഇത് വെറുതെ പ്രയോജനമില്ല. നിങ്ങളിത് പറയരുത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് വരും. ഞാൻ പറയുന്നില്ല നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടുമെന്ന്. എൻ്റെ ആളോട് ചോദിച്ചിട്ടുണ്ട്, വർഗീസ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്? 1, 2, 3 ഏതാനും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വന്നിട്ടുണ്ട്. ഇനിയുള്ള ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയില്ല എങ്കിലും ഞാൻ ഈ ദൈവത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കുവാൻ തീരുമാനിച്ചവരാണ്. ഈ യോശുവയെ പോലെ ഞാനും പറയുവാൻ ആഗ്രഹിക്കാം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് കൊണ്ടല്ല, ആരോഗ്യം കിട്ടുന്നത് കൊണ്ടല്ല, നല്ല വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടല്ല, ബാങ്കിൽ രൂപ ഉണ്ടായിട്ടല്ല, ഇതൊന്നും ഇല്ല എങ്കിലും ഞങ്ങൾ ദൈവത്തെ മാത്രം ആരാധിക്കും. 2 രാജാക്കന്മാർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പുമാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. മലയാളത്തിൽ കോതമ്പെന്നാണ്, അല്ല ഗോതമ്പാണ് കേട്ടോ. ചിലപ്പോൾ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്, സാരമില്ല, ഗോതമ്പാണ്. അത്ര അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഹല്ലേലൂയ. പ്രവാചകൻ അസാധ്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. എന്തുവാ എടാ, ഒരു പ്രാവിൻ്റെ കാഷ്ടത്തിന് 50 രൂപ വിലയാണ്. പ്രാവിൻ്റെ കാഷ്ടത്തിന്. ഹല്ലേലൂയ. 1/2 ലിറ്റർ പ്രാവൻ കാഷ്ടത്തിന്, അത് നമ്മൾ പറയാം കേട്ടോ. ഹല്ലേലൂയ. ഈ സമയത്താണ് പറയുന്നത്, ഹല്ലേലൂയ, ഏലിയ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ദൈവം ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ല, ദൈവം കാണിച്ചു കൊടുക്കുന്നത് പറയുന്ന മനുഷ്യനാണ് പ്രവാചകൻ. പ്രവാചകൻ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും, എനിക്കറിയാം. വേദപുസ്തകത്തിനകത്തുകൊണ്ട് അല്ലാതെയും കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ
ഒരു യഥാർത്ഥ പ്രവാചകൻ ദൈവം പറയുന്ന പിക്ചർ കണ്ടിട്ട് അത് പറയുന്ന മനുഷ്യനാണ്. എലിയ പറഞ്ഞപ്പോൾ മഴ പെയ്തില്ല. ദൈവം കാണിച്ചു കൊടുത്തത് അവൻ കണ്ടു, പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു. ഇവിടെ അവൻ്റെ തലച്ചോറിന് ചേരാത്ത ഒരു കാര്യം, ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 1000 രൂപ, ഇന്നത്തെ വിലയ്ക്ക് 1000 രൂപ റിസർച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു പ്രാവിൻ കാഷ്ടത്തിന് 1/2 ലിറ്റർ, പ്രാവിൻ കാഷ്ടം എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ കാഷ്ടമല്ല, അത് തിന്നാൻ കൊള്ളത്തില്ല അല്ലേ. അന്നത്തെ കാലത്ത് പയർ വറുത്ത പ്രാവിൻ കാഷ്ടം പോലെ ഇരിക്കും. 1/2 ലിറ്റർ പയർ വറുത്തതിന് 50 രൂപ അന്നത്തെ കാലത്ത്. ഇന്ന് ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി കേട്ടോ. അന്നത്തെ കാലത്ത് ഒരു കഴുതത്തലയ്ക്ക് 1000 രൂപ, 1/2 ലിറ്റർ പയർ വറുത്തതിന് 50 രൂപ. രാജാവൊന്നും മിണ്ടിയില്ല. ആ സമയത്ത് അവൻ്റെ കൂടെ നിന്നവൻ എന്തോ പറഞ്ഞെന്നറിയാമോ? 2ാമത്തെ വാക്യം, രാജാവിന് കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവേ ആകാശത്തിൻ്റെ കിളിവാതികൾ ഉണ്ടാക്കിയാൽ ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല. രാജാവ് മിണ്ടാതെ ഇരുന്നു. എന്താ കാര്യം? അവൻ അറിയാമായിരുന്നു, എൻ്റെ അപ്പനോട് അവന് മുമ്പുണ്ടായിരുന്ന ദൈവദാസൻ, എൻ്റെ അമ്മയോട് അവന് മുമ്പുണ്ടായിരുന്ന ദൈവദാസൻ പറഞ്ഞത് അതുപോലെ ഭരിച്ചു. അതുകൊണ്ട് അവന് റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ പറയുന്നത് കേട്ടാട്ടെ. ഹല്ലേലൂയ. ദേവദാസന്മാരോട് വളരെ സൂക്ഷിച്ചു വേണം പറയുവാൻ. അവരുടെ ഹൃദയത്തിന് വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ ഹൃദയത്തിനകത്ത് വിങ്ങൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണാൽ, അവരൊന്നും മിണ്ടിയില്ലെങ്കിലും അവരുടെ നിശബ്ദതയെ കേൾക്കുന്നവനായ ദൈവം, നിശബ്ദതയും ദൈവത്തിന് കേൾക്കുവാൻ കഴിയും കേട്ടോ. അവൻ്റെ അസോസിയേറ്റ് പറഞ്ഞതാണ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞത് ദൈവം കേട്ടു. പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ദൈവം കേട്ടു. ഹല്ലേലൂയ. എന്നിട്ട് എന്തോ പറഞ്ഞു? എൻ്റെ പ്രവാചകൻ എന്തോ പറഞ്ഞു? 10 രൂപയ്ക്ക്, അന്നത്തെ കാലത്ത് 10 രൂപയ്ക്ക് 10 ലിറ്റർ ഗോതമ്പ് കിട്ടും. 10 രൂപയ്ക്ക് 20 ലിറ്റർ ബാർലി കിട്ടും. അവിടെ പയർ വറുത്തതിന് 50 രൂപയാണ് 1/2 ലിറ്ററിന്. അന്ന് പറയാണ് ഇതുപോലെ ഒരു മഹാ അത്ഭുതം നടക്കാൻ പോവാണ്. അന്നേരം പറഞ്ഞ് നടക്കത്തില്ല. അപ്പോൾ പ്രവാചകൻ എന്ത് പറഞ്ഞു? നീ കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ല. അവിശ്വാസത്തിൻ്റെ ശിക്ഷ എന്തോ ഉണ്ടായെന്നറിയാം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. നിന്റെ തലച്ചോറിനകത്ത് ചില അവിശ്വാസത്തിൻ്റെ ശബ്ദം ഉയർന്നെന്ന് വരാം. നിന്റെ തലച്ചോറിനകത്ത് സംശയം ഉണ്ടായെന്ന് വരും. ഈ പ്രായത്തിൽ മക്കളെ ഉണ്ടാകാനോ? ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനറ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ആലപ്പുഴ ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് നെസ്റ്റ് എന്നായിരുന്നു. NEST. IPCയിലെ അംഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എറണാകുളത്ത് താമസിക്കുകയാണ്. കർത്താവ് പേര് മറന്നുപോയല്ലോ. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ബാങ്ക് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചോറുണ്ണാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു, അങ്കിള് എന്നെ പാസ്റ്റർ എന്നാണ് വിളിച്ചെന്ന് തോന്നുന്നു. പാസ്റ്റർ ആലപ്പുഴ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചോറുണ്ണാനായിട്ട് വന്നിരുന്നു. അന്ന് ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്നു. എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് വേദന കൂടാതെ ഒരു പ്രസവം കർത്താവ് തരും. അന്നേരം ഞാൻ വിചാരിച്ചു, ആ സഹോദരി പറഞ്ഞാണ്, ഇത് വേദപുസ്തകത്തിനെതിരാണല്ലോ, വേദനയോടുകൂടെ പ്രസവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞത് വേദപുസ്തകത്തിനെതിരല്ലായിരുന്നു. പക്ഷേ അവിടെ 9 മാസം പൂർത്തിയായി. ആശുപത്രിയിൽ വേദനയില്ലാതെ പ്രസവിച്ചു. അവർ വൈകുന്നേരം മീറ്റിങ്ങിന് വന്നിരുന്നു. എൻ്റെ ടൗൺ ഹാളിനകത്ത്, എറണാകുളത്ത് ടൗൺ ഹാളിനകത്ത് മീറ്റിങ്ങിന് വന്നിരുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാണെന്നറിയാം? നിൻ്റെ തലച്ചോറിനകത്ത് ചില ചോദ്യങ്ങൾ വരും. എനിക്കങ്ങനെ മക്കളുണ്ടാകും. എൻ്റെ മോക്ക് വയസ്സ് 38 ആയല്ലോ, ഇനി എവിടുന്ന് വിവാഹം നടക്കും? എൻ്റെ കുഞ്ഞിന് ഇനി ഒരു ജോലി കിട്ടുമോ? അവൻ 10ാം ക്ലാസ് തോറ്റതാണ്, അവൻ എങ്ങനെ ഒരു ജോലി കിട്ടും? ഹല്ലേലൂയ. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം, ഹല്ലേലൂയ. ഒരു സഹോദരൻ എനിക്ക് എഴുത്തെഴുതി, ഹല്ലേലൂയ, കഴിഞ്ഞ ആഴ്ച എഴുത്തെഴുതി പറഞ്ഞു, ഞാൻ 5 പ്രാവശ്യം പോളിടെക്നിക്കിന് തോറ്റതാണ്, 5 പ്രാവശ്യം പോളിടെക്നിക്കിന് തോറ്റതാണ്. ഹല്ലേലൂയ. അന്നേരമാണ് എനിക്ക് 5000 രൂപയ്ക്ക് ഒരു ശമ്പളം കിട്ടിയത്. 500 രൂപ ഞാൻ PG അംഗിളിന് അയച്ചു തന്നു. ഹല്ലേലൂയ. ഇന്ന് അദ്ദേഹം എൻ്റെ 5 സുവിശേഷ വേലക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോളിടെക്നിക്കിന് 5 പ്രാവശ്യം തോറ്റവൻ. ഹല്ലേലൂയ. നിൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടല്ല കേട്ടോ, നിൻ്റെ കഴിവിനനുസരിച്ചിട്ടല്ല കേട്ടോ, നിൻ്റെ സൗന്ദര്യത്തിനനുസരിച്ചിട്ടല്ല കേട്ടോ. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അസാധ്യമായിട്ടുള്ളത് മനത്തിനകത്ത്, തലച്ചോറിനകത്ത് സംശയം വന്നാലും സംശയത്തിൻ്റെ വാക്കുകൾ പറയാതെ ഐ ബിലീവ് ഗാഡ് എന്ന് വിളിച്ചു പറയണം. സക്കറിയ പുരോഹിതൻ ദൈവത്തെ സംശയിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെയൊക്കെ പറഞ്ഞു, നീ ഇനി 1 വർഷത്തേക്ക് മിണ്ടത്തില്ല, ഷട്ട് അപ്പ്, കീപ് ക്വയറ്റ്, അല്ലെങ്കിൽ നീ ഇനിയും മണ്ടത്തരം പറയും. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് കേട്ടാട്ടെ. നിനക്ക് സംശയമുണ്ടായ, നിൻ്റെ തലച്ചോറിനകത്ത് സംശയമുണ്ടായ, ഹല്ലേലൂയ, നിന്റെ സംശയത്തെ സംശയിക്കുന്നതല്ലാതെ ദൈവത്തിൻ്റെ വചനത്തെ സംശയിക്കരുത്. ഹല്ലേലൂയ. കാത്തിരുന്ന് ദൈവം പറഞ്ഞത് സംഭവിക്കുന്നത് കാണുക. ആ സമയത്ത് 3ാമത്തെ വാക്യം, അന്ന് കുഷ്ഠരോഗിയായ 4 ആൾ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും. ഇവിടെ
എവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് ആരാമ്യ പാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. കുഷ്ഠരോഗി. അന്നത്തെ കാലത്ത് ഒരു കുഷ്ഠരോഗി പട്ടണത്തിന് പുറത്ത് താമസിക്കണം. എവിടെ വേണമെങ്കിൽ റെഫറൻസ് എഴുതി വെച്ച് വായിക്കുന്നില്ല. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിന് 46-ാമത്തെ വാക്യം. ഒരു പട്ടണത്തിനകത്ത് വരാൻ പാടില്ല. പട്ടണത്തിന് വാതിലുണ്ട്. പട്ടണത്തിന് വെളിയിൽ താമസിക്കണം. ആളുകൾ എന്തെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ കൊടുത്താൽ തിന്നാം. 4 പേർ. യഹൂദന്മാരുടെ ചരിത്രം പറയുന്നത് ഇത് ഗേഹാസിയും 3 മക്കളുമായിരുന്നതാണ് കേട്ടോ. നമ്മുടെ വേദപുസ്തകത്തിനകത്തില്ല, യഹൂദന്മാരുടെ ചരിത്രമാണ്. എങ്കിലും ശാപം കിട്ടിയവർ, പ്രവാചകനാൽ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പുറംപോക്കിലായി. ഹല്ലേലൂയ. 5-6 വാക്യങ്ങൾ. അങ്ങനെ അവർ ഈ 4 പേർ ആരാം പാളയത്തിൽ പോകുവാൻ. കാരണം ഇവിടെ കിടന്നാലും നമ്മൾ മരിക്കും. പട്ടണത്തിനകത്ത് പോയാൽ അവിടെ ആഹാരമില്ല. വെളിയിൽ ആരാം പട്ടാളക്കാരിങ്ങനെ ക്യാമ്പ് ചെയ്ത് അവർക്ക് ആഹാരമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരുടെയൊക്കെ പോയാൽ അവർ വല്ലതും തന്നാൽ നമുക്ക് ജീവിക്കാം. അങ്ങനെ അവർ ആരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് ആരാം പാളയത്തിൻ്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അതിൻ്റെ അറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കൽപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്തി രാജാക്കന്മാരെയും മിസ്രയീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പട്ടാളം വരാതെ, കുതിര വരാതെ, കുതിരപ്പട്ടാളത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അവരിവിടെ വന്ന് വളഞ്ഞിരിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞു, നാളെ സന്ധ്യയാവുന്ന സമയത്ത് ഇവിടെ ഗോതമ്പ് വിൽക്കും. ഹല്ലേലൂയ. ഇവിടെ ബാർലി വിൽക്കും. വില കുറച്ച് വയ്ക്കും. 10 രൂപയ്ക്ക് 10 ലിറ്റർ ഗോതമ്പ് വയ്ക്കാം. 10 രൂപയ്ക്ക് 20 ലിറ്റർ ബാർലി വയ്ക്കാം. ഈ നടക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ ദൈവം അത് കേട്ടിട്ട് ഈ ശത്രുക്കൾക്ക് വന്നിരുന്ന പട്ടാളക്കാർക്ക് ഒരു വലിയ കുളമ്പടിയോ ഇതൊക്കെ കേട്ടു. അവരെല്ലാവരും ഓടിപ്പോയി. ഇല്ലാത്തത് കേൾക്കുവാനും ശത്രുവിന് ചിലപ്പോൾ സാധിക്കും. ദൈവമക്കൾക്ക് സാധിക്കും. നമ്മളോട് ദൈവം സംസാരിക്കാം. അവർ കേട്ടത് ഭയത്തിൻ്റെ ശബ്ദമായിരുന്നു, കുതിര വരുന്നത് പോലെയുള്ള ശബ്ദം. ഹല്ലേലൂയ. നീ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നിന്റെ ശത്രുക്കളോട് ദൈവം ഇടപെടും. നീ അവരെ ശപിക്കണമെന്നില്ല കേട്ടോ. പുതിയ നിയമത്തിൽ ആരെയും ശപിക്കാൻ വാക്യമില്ല. ഹല്ലേലൂയ. ഇല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹിക്കാനാണ്. ചിലരെന്തൊക്കെ പറയും, ബ്രദറെ എനിക്കൊരു ശത്രുവുണ്ട് കേട്ടോ, അവനെ കൊണ്ട് വലിയ ശല്യമാണ്, ദൈവം അവനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ പ്രാർത്ഥിക്കണം. കർത്താവേ ആ സഹോദരനെ അനുഗ്രഹിക്കും. അയ്യോ പറഞ്ഞതെന്തോ തെറ്റിപ്പോയി. അല്ല, തെറ്റല്ല പറഞ്ഞത്. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന അനുഗ്രഹിക്കാനാണ്. അവൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ നിന്നെ ശല്യപ്പെടുത്തുന്ന അർത്ഥം. ഹല്ലേലൂയ. അവൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ വളർന്നു വന്ന സ്ഥലം പാണയം എന്ന് പറയും. അഞ്ചലിന് അപ്പുറത്ത് പാണയം. ആരെങ്കിലും പാണയത്തുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിണങ്ങരുത് കേട്ടോ. പാണയം ഒരു പന്ന നാടായിരുന്നു. അയ്യോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചീത്തവിളി കല്ല് പെറുക്കി എറിയുന്നു. ആങ്ങളെ പെങ്ങളെ എറിയുവാണ്, കല്ല് പെറുക്കി എറിയുന്നു. കള്ളുകൂടിയുടെ ബഹളം, കള്ളവാറ്റിൻ്റെ ബഹളം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തായാലും എൻ്റെ വീട്ടുകാർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോഴെന്തോന്ന് അറിയാം, ഇവിടെ ആരും ചീത്ത വിളിക്കത്തില്ല. നാട് നന്നായി. എന്താ കാര്യം? ആരാധിക്കുന്ന ഒരു വീട് വന്നപ്പോൾ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത്, ആളുകൾക്ക് പറയാം, അല്ല സംസ്കാരം മാറി. സംസ്കാരം എല്ലായിടത്തും മാറിയോ? ഹല്ലേലൂയ. എനിക്കറിയാം എല്ലായിടത്തും മാറിയിട്ടില്ല. ആരാധിക്കുന്ന നീ ഒരു വീടുണ്ടെങ്കിൽ, ആരാധിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ, ആരാധിക്കുന്ന ഒരു പ്രാർത്ഥനാ ഹാൾ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം അത്ഭുതം നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെല്ലാവരും കൂടെ ഓടിപ്പോയി. 6-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അങ്ങനെ ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കൽപ്പിക്കുന്നുണ്ട്. അവർ തമ്മിൽ അവർ പല കൂട്ടരാണ് എന്ന് പറഞ്ഞാൽ അവർ പണ്ട് മിസ്രയീം രാജാവിൻ്റെ കീഴിലായിരുന്നു. മിസ്രയീം രാജ്യമായിരുന്നു. അവിടെ ഭിന്നിപ്പുണ്ടായിട്ട് പല കുടുംബങ്ങളായിട്ട് പിരിഞ്ഞു, പല രാജാക്കന്മാരായിട്ട് പിരിഞ്ഞു. അവരെ ഓടിപ്പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഭാവന അവരെ കബളിപ്പിച്ചു. ഹല്ലേലൂയ. ശത്രുവിന് വേണ്ടി നീ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ കിണറ്റിനകത്ത് വെള്ളം ഉണ്ടാകട്ടെ, അവരുടെ മക്കൾക്ക് ജോലി ഉണ്ടാകട്ടെ, അവരുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവം ഇടപെടും. നമ്മൾ ഇടപെടേണ്ട, ദൈവം ഇടപെടട്ടെ. 7-ാമത്തെ വാക്യം. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്നപാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയി. കാരണം ശബ്ദം അടുത്ത് വന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതാ ശത്രു വരുന്നു. അവരെല്ലാവരും എഴുന്നേറ്റ് കൂടാരം അതുപോലെ വിട്ടു, ടെൻറ്റ് അതുപോലെ വിട്ടിട്ട് പോയി. അവരെല്ലാം വരുന്ന റേഷനും കൊണ്ടാണ്. കാരണം യുദ്ധത്തിന് വരുന്ന സമയത്ത് 10-15 ദിവസമൊക്കെ യുദ്ധം എടുത്തു വരും. അത്രയും ദിവസം 10,000 പേർക്ക്, 15,000 പേർക്ക്, 25,000 പട്ടാളക്കാർക്ക് ആഹാരം കഴിക്കുവാനുള്ള ഗോതമ്പ് മാവ്, മൈദ, എണ്ണ, പച്ചക്കറികൾ, ആട്, ഒട്ടകം എല്ലാം കാണും. ഇതെല്ലാം ഇട്ടും വെച്ച് പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അധ്വാനിക്കാതെ നിനക്ക് തരുവാൻ ദൈവത്തിന് മാർഗമുണ്ട്. എങ്ങനെയെന്ന് എൻ്റെ ചോദിക്കരുത്. ലോട്ടറി ടിക്കറ്റ് കിട്ടുന്നതല്ല കേട്ടോ. ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരും, അതല്ല പ്രശ്നം. അല്ലല്ലേ, കിട്ടാൻ
കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, ഹല്ലേലൂയ, ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കുവാൻ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവരെല്ലാം ഇരുന്നത് പോലെ ഓടിപ്പോയി. അവർ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയി. ഹല്ലേലൂയ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. ആ കുഷ്ഠരോഗികൾ പാളയത്തിൻ്റെ അറ്റത്തെത്തി. ഒരു കൂടാരത്തിനകത്ത് കയറി തിന്ന് കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് പോയി ഒളിച്ചു വെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതൊന്നും എടുത്തുകൊണ്ട് പോയി ഒളിച്ചു വെച്ചു. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇത് സദ്വർത്താന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നത്, നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും, ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ സമയത്ത് 8-ാമത്തെ വാക്യം, ആരാണ് ഈ കുഷ്ഠരോഗികൾ? ഗഹാസി അല്ലയോ? ഗഹാസി ആരാണ്? സ്വർണത്തോടും വെള്ളിയോടും വസ്ത്രത്തോടും ഒക്കെ ഇച്ചിരി മോഹമുള്ള മനുഷ്യനാവേണ്ട. ഗഹാസിയാണെന്ന് നമ്മുടെ വേദോസിനകത്ത് പറയുന്നില്ല കേട്ടോ, യൂതന്മാരുടെ ചരിത്രം. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ കൂടാരത്തിൽ പോയി തിന്നാം. 1-ാമത്തെ കൂടാരത്തിൽ പോയി തിന്നോ, വയറ് നിറച്ച് തിന്നോ, കുറച്ചുകൂടെ തിന്നോ, കുറച്ചുകൂടെ എടുത്തു. സ്വർണവും വെള്ളിയും. നമ്മൾ ചോദിച്ചേക്കാം, യുദ്ധത്തിന് പോയവരുടെ ക്യാമ്പിനകത്ത് എവിടെ സ്വർണം വന്നെന്ന്. ഞാൻ പറഞ്ഞേക്കാം, അവരുടെയൊക്കെ കയ്യെ വളകളുണ്ട് കേട്ടോ, അവരുടെയൊക്കെ കാലേ വളകളുണ്ട് കേട്ടോ, അവരുടെ കഴുത്തിലൊക്കെ സ്വർണ്ണമാലകളുണ്ട് കേട്ടോ, ഉണ്ട്, വേദോസിനകത്തുണ്ട്. അവരതെല്ലാം അവരതെല്ലാം ഇട്ടും വെച്ച് പോയത്. മാത്രമല്ല, യുദ്ധത്തിന് വന്നു കഴിയുമ്പോൾ സാധനങ്ങൾ നാളെ വാങ്ങിക്കേണ്ടി വന്നാൽ വാങ്ങിക്കാനുള്ള സ്വർണവും അവരുടെ ക്യാപ്റ്റൻ്റെ കൂടാരത്തിനകത്ത് കാണാം. അവരതെല്ലാം എടുത്തുകൊണ്ട് പോയി, അവർ ഒളിച്ചു വെച്ചു. യഹൂദ ചരിത്രം പറയുന്നത് 4 കൂടാരത്തിനകത്ത് കയറിയെന്നാണ്. ഹല്ലേലൂയ. അവർ കൊണ്ടൊന്ന് ഒളിച്ചു വെച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മളിൽ പലരും ഒളിച്ചു വെക്കുന്നവരാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് എന്താണ്? യേശു ക്രിസ്തുവാണ് നമ്മുടെ സ്വത്ത്. എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത്? അത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത്? വിടുതലിൻ്റെ വാർത്തയാണ്. ഇത് നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. എത്ര പേരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഈ കഴിഞ്ഞ ആഴ്ചയിൽ എത്ര പേരോട് നിങ്ങൾ പറഞ്ഞു? കഴിഞ്ഞ മാസത്തിൽ എത്ര പേരോട് പറഞ്ഞു? കഴിഞ്ഞ വർഷത്തിൽ എത്ര? അത് കൊറോണയാണെങ്കിലും പറയാനൊക്കത്തില്ലേ? പറയാം. ഏതെങ്കിലും ഒരു മാർഗം കർത്താവ് കാണിച്ചു തരും. ഹല്ലേലൂയ. ഒരു കുഞ്ഞിൻ്റെ ഡെഡിക്കേഷൻ നടക്കുന്ന സമയത്ത്, ഒരു കുഞ്ഞിൻ്റെ തലമുടി വെട്ടുന്ന സമയത്ത്, അക്രൈസ്തവരുടെ ആരെങ്കിലും തലമുടി വെട്ടുന്ന പെരുന്നാൾ കാണും, എന്തെങ്കിലുമൊക്കെ കാണും. അവർക്കൊരു പുസ്തകം കൊടുക്കാനൊക്കെ, യേശുവിനെ പറ്റി പറയുന്ന ആരുടെയെങ്കിലും ഒരു സാക്ഷ്യം പറയുന്ന ഒരു പുസ്തകം കൊടുക്കാനൊക്കെ. ഹല്ലേലൂയ. ആളുകൾ എന്തൊക്കെ ചോദിക്കും, കൊടുക്കാൻ കഴിയാവുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്ന് ചോദിച്ചാൽ മതി. ദ ഡെത്ത് ഓഫ് എ ഗുരു. ഹല്ലേലൂയ. ഹിന്ദുക്കൾ കൊടുക്കാൻ നല്ലൊരു പുസ്തകം, ഡെയർ ടു കാൾ ഹിം ഫാദർ. അതിൻ്റെ മലയാളം ഉണ്ട് കേട്ടോ. ദൈവത്തെ പിതാവെന്ന് വിളിച്ചപ്പോൾ. ഹല്ലേലൂയ. മുസ്ലിംകൾക്ക് കൊടുക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ, റോമൻ കത്തോലിക്കർക്ക് കൊടുക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ, പെന്തിക്കോസ്തുകാർക്ക് എടുക്കാൻ ദൈവമില്ലാത്തവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഹല്ലേലൂയ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കണം. ഒരു സിനിമയുടെ CD കൊടുക്കണം. ഹല്ലേലൂയ. ഇന്നൊരു ദൈവദാസൻ എൻ്റെയൊക്കെ പറഞ്ഞു, ഹല്ലേലൂയ, അദ്ദേഹം ആദ്യം കണ്ട പുസ്തകം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ അദ്ദേഹം കണ്ട എൻ്റെ സിനിമ, ആദ്യത്തെ സിനിമ. നിങ്ങളും ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക, ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ പറഞ്ഞു, 4 കൂടാരത്തിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം, അവർ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, ഇത് സദ്വർത്താന ദിവസമല്ലോ, നാം മിണ്ടാതിരിക്കുന്ന നിലം വരെ താമസിച്ചാൽ നമുക്ക് കുറ്റം വരും, ആകയാൽ വരുവിൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കാം. ഹല്ലേലൂയ. അവർക്കൊരു വഴി. അവർ പറഞ്ഞു, നമ്മൾ ഇരിക്കുന്നത് ശരിയല്ല. എന്താ കാര്യം? ചിലപ്പോൾ ശത്രുക്കൾ തിരികെ വന്നു വരും. അവരങ്ങോട്ട് പോയിരിക്കില്ല. അവരുടെ സ്വർണ്ണം ഇവിടെയാണ്, അവരുടെ ആയുധങ്ങൾ ഇവിടെയുണ്ട്, അവരുടെ വസ്ത്രങ്ങൾ ഇവിടെയുണ്ട്, അവരുടെ റേഷൻ ഇവിടെ കിടപ്പുണ്ട്. മാത്രമല്ല, അവരുടെ വിലപ്പെട്ട പല സാധനങ്ങളും കുതിരകളും കൂടിയുണ്ട്. അവർ മടങ്ങി വരാം. ഹല്ലേലൂയ. തന്നെയല്ല, അവരുടെ മനസ്സാക്ഷിക്കാത്തൊരു കുത്തുകൊണ്ടു. അവർ പറഞ്ഞു, ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. നമ്മുടെ സഹോദരന്മാർ പട്ടിണി കിടക്കാം, നമ്മൾ കുഷ്ഠരോഗിലാണ് എങ്കിലും നമ്മൾ വെളിയിലായിരുന്നപ്പോൾ അവർ നമുക്കൊരു അപ്പം എറിഞ്ഞു തന്നതല്ലയോ, ഒരാളൊരു ദോശ കൊണ്ട് തന്നതല്ലയോ? അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നവരോട് പറയാതിരിക്കരുത്, പറയണമെന്നൊരാഗ്രഹം. ഞാൻ നിങ്ങൾക്ക് ചോദിക്കുക, നിങ്ങളെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ട്? ചോദിക്കുകയാണ്. നിങ്ങൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത്, കോളേജിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു അഡ്മിഷന് വേണ്ടി ആരെല്ലാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്? അവർക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ പെങ്ങളുടെ 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ, അന്നത്തെ കാലത്ത് നേഴ്സിങ്ങിന് പോകാൻ 10-ാം ക്ലാസ് മതി. 10-ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ കത്തോലിക്കലെ ഒരു അച്ഛൻ, ഹല്ലേലൂയ, എൻ്റെ പെങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് നേഴ്സിങ്ങിന് വിജയവാഡായിക്കകത്ത്. എൻ്റെ പെങ്ങൾ അമേരിക്കയിലാണ്. അമേരിക്കൻ തിരിച്ചു വരുന്ന സമയത്തെല്ലാം അച്ഛനെ പോയി കാണുമായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പയസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ എൻ്റെ പെങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ആ സിസ്റ്റർ മരിക്കുന്നത് വരെ, ആ അച്ഛൻ മരിക്കുന്നത് വരെ അവിടെ പോയിട്ട് ആ അച്ഛനോട് നന്ദി പറയുമായിരുന്നു, ചെയ്യാൻ ഒക്കുന്നത് ചെയ്യുമായിരുന്നു. ആ സിസ്റ്ററിനെ പോയി കാണുമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പപ്പ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഹാലലുയ. ആരെങ്കിലും ആരെങ്കിലും ഉപകാരം ചെയ്താൽ അത് മറക്കരുത് കേട്ടോ, നിങ്ങൾ മറക്കരുത് കേട്ടോ. ഹാലലുയ. അവർക്കൊരാഗ്രഹം, നമുക്ക് അപ്പം തന്നവരല്ലേ, നമുക്ക് ചോറ് തന്നവരല്ലേ, നമ്മൾ കുഷ്ഠരോഗികളാണ്, വെളിയിലാണെങ്കിലും അവർ നമുക്ക് ദോശ എറിഞ്ഞ് തന്നാണ്, നമുക്കൊരു ചപ്പാത്തി എറിഞ്ഞ് തന്നാണ്, നമ്മൾ ആഹാരം കഴിച്ചു, നമ്മുടെ വയറ് നിറഞ്ഞു, അയ്യോ നമ്മൾ കുറച്ച് കൊണ്ടൊന്ന് ഒളിച്ചു വെച്ചിരിക്കുകയാണ്, നമുക്കിത് പാടില്ല. നമുക്ക് ചെന്നിട്ട് കൊട്ടാരത്തിൽ ചെന്ന് പറയാം. കാരണം കൊട്ടാരത്തിൽ ചെന്ന് പറയുമ്പോൾ രാജാവ് എല്ലാവരോടും പറയും, ഹാലലുയ, നമുക്ക് നന്മ ചെയ്തവരോട്, നന്മ ചെയ്യാത്തവരോട്, നമ്മുടെ സഹോദരന്മാരോട് പറയുവാനുള്ള ബാധ്യത നമുക്കുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവർക്ക് യേശുവിനെ പറ്റി പറയുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. ഹാലലുയ. നിങ്ങൾ വെളിയിൽ ജോലി ചെയ്യുകയാണോ, ഗൾഫിൽ ജോലി ചെയ്യുകയാണോ, ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, നിങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളിലും ഒരു സുവിശേഷ പ്രതിവാങ്ങിച്ചു കൊടുത്താട്ടെ. ഹാലലുയ. വെറും സുവിശേഷം കൊടുത്താൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. മത്തായിയുടെ സുവിശേഷം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ഹാലലുയ. പഴയ നിയമം ചേർന്ന പുതിയ വേദപുസ്തകം മുഴുവൻ കൊടുത്താലും അവർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഒരു നല്ല പുസ്തകം കൊടുത്താട്ടെ. ഹാലലുയ. നിങ്ങൾ എൻ്റെ ചോദിച്ചാട്ടെ, ഞാൻ പുസ്തകങ്ങളുടെ പേര് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഡെയർ ടു കാളിംഗ് ഫാദർ, മുസ്ലിംസ് കൊടുക്കാൻ നല്ല പുസ്തകം. ദ ഡെത്ത് ഓഫ് എ ഗുരു, ഹിന്ദുക്കൾക്ക് കൊടുക്കാനുള്ള ഒരു നല്ല പുസ്തകം. വേറെ ഒത്തിരി പുസ്തകമുണ്ട്. അത്ഭുതങ്ങളുടെ താക്കോൽ, ഇതാ നിങ്ങൾക്ക് സമാധാനം. ഞാൻ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളുണ്ട്. എൻ്റെ പുസ്തകത്തിൻ്റെ പ്രൊമോഷനല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ പ്രൊമോഷൻ പറയാം. ഏതെങ്കിലും ഒരു നല്ല പുസ്തകം വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുത്താട്ടെ, ഒരു CD കൊടുത്താട്ടെ, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായിച്ചാട്ടെ. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി അമേരിക്കയിൽ നേഴ്സാണ്. ഹാലലുയ. അവൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളെ പഠിപ്പിച്ച ഗവൺമെൻറ് സ്കൂളിൽ പോയി. ഗവൺമെൻറ് സ്കൂളുകാർ പഠിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞു വെച്ചാൽ പഠിക്കാൻ നിവർത്തിയില്ലാത്ത 2 കുട്ടികളെ പഠിപ്പിക്കുന്നു. അവർ പാസ്സായി കഴിയുമ്പോൾ അടുത്ത 2 കുട്ടികളെ പഠിപ്പിക്കുന്നു. അവർ പാസ്സായി കഴിയുമ്പോൾ അടുത്ത 2. നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന പലതുകൊണ്ട് നിങ്ങൾ ചെയ്യാതെ ഇരിക്കരുത്. ഹാലലുയ. ചെയ്യണം. ഹാലലുയ. അങ്ങനെ അവർ പട്ടണവാദിക്ക് ചെന്ന് കാവൽക്കാരനെ വിളിച്ചു. ഞങ്ങൾ അവർക്ക് അകത്ത് കയറാനൊക്കത്തില്ല. കാവൽക്കാരനെ വിളിച്ചു വെച്ച് പറഞ്ഞു, ഞങ്ങൾ 6-ാം പാളയത്തിൽ പോയിരുന്നു, അവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യൻ്റെയും ശബ്ദം കേൾപ്പാനുമില്ല, കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു, കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ കാവൽക്കാരെ വിളിച്ചു. അറാവത്തിന്ന് രാജധാനിയിൽ അറിവ് കൊടുത്തു. നമ്മുടെ ജോലിയാണ് അറിവ് കൊടുക്കുക. പറയാവുന്നവരോട് എല്ലാവരും പറയുക, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നാട്ടിൽ അവധിക്ക് ചെന്നപ്പോൾ, പട്ടാളത്തിൽ നിന്ന് അവധിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ പോയി. അവിടെ ഓരോ ബസ്സും വന്ന് നിൽക്കുമ്പോൾ 10 മിനിറ്റ് നിൽക്കും. കാരണം ആഹാരം കഴിക്കേണ്ടവർക്ക് ആഹാരം കഴിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ബസ്സിൻ്റെ മുമ്പിലോട്ട് ചെന്ന് വെച്ച് പുസ്തകം വയ്ക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലയോ, വേറെ സാധനങ്ങൾ വെച്ച്. അതുപോലെ ഞാൻ പറയും, ഞാൻ പട്ടാളക്കാരനാണ് കേട്ടോ, ഞാൻ പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വന്നതാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാണ്. യേശുക്രിസ്തു എന്നെ രക്ഷിച്ചു. ഞാൻ 120 ചാർമിനാർ സ്ഥലത്ത് വിളിക്കുമായിരുന്നു. എന്നാൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് അത്രേ പറയാനൊക്കത്തുള്ളൂ. 3 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുമായിരുന്നു. പൊണ്ണൂർ ചെന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ. അഞ്ചലിൽ ചെന്ന് നിന്നിട്ട്, അഞ്ചൽ എൻ്റെ നാടാണ്, അഞ്ചലിൽ ചെന്നിട്ട് മൈക്ക് വെച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം, അഞ്ചക്കാർക്ക് എല്ലാവർക്കും അറിയാൻ വയ്യാത്തോടുകൾ ഞാൻ പറഞ്ഞു, ഞാൻ പാണിയത്ത് വാപ്പിസാറിൻ്റെ മൂത്ത മോനാണ്. ഹാലലുയ. ഞാൻ ഇവിടുത്തെ 5 സ്കൂളിൽ പഠിച്ചതാണ്. ഹാലലുയ. ഹാലലുയ. ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളും പറയണം കേട്ടോ, പറയാൻ ഒക്കുന്നവരുടെക്കലൊക്കെ പറയണം. ഹാലലുയ. ഹാലലുയ. രാജാവ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റു. അവർക്ക് ധൃതി ഉണ്ടായിരുന്നു. ഹാലലുയ. നമുക്കൊരു ധൃതി വേണം സുവിശേഷം പറയാൻ. ഭൃത്യന്മാരുടെ അരാമീർ നമ്മോട് ചെയ്തു എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. നാം അവർക്ക് വിശ്വസിക്കാനൊത്തില്ല കേട്ടോ. ഹാലലുയ. ഹാലലുയ. അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ പട്ടണത്തിൽ ശേഷിപ്പുള്ള കുതിരകൾ 5 കൊണ്ടുവരട്ടെ, നാം ആളയച്ച് 11, 15, 15. ഹല്ലേലൂയ. 15. അവർ യോർദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു. എന്നാൽ ആരാമ്യർ തത്രപ്പാടിൽ എറിഞ്ഞു കളഞ്ഞ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും വഴിയൊക്കെ നിറഞ്ഞിരുന്നു. ദൂതന്മാർ മടങ്ങി വന്ന വിവരം അറിയിച്ചു. അങ്ങനെ ജനം പുറപ്പെട്ട 6-ാം പാളയം കൊള്ളയിട്ടു. യഹോവയുടെ വചനപ്രകാരം അന്ന് ശേക്കലിന് 1 സേയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സേയ യവവും വിറ്റു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കഥയുണ്ട്. ഹല്ലേലൂയ. ഇതവർ പോകുന്ന സമയത്ത് വസ്ത്രവും സാധനങ്ങളും ഒക്കെ എറിഞ്ഞു കളഞ്ഞു. പലരും പോകുമ്പോൾ എറിഞ്ഞു കളയും. നടക്കാൻ വയ്യാതാവുമ്പം പ്രാണരക്ഷാർത്ഥം ഓടുക. അവന്മാർ വരുന്നുണ്ട്, ആ ശബ്ദം കേൾക്കുന്നു, കുതിരയുടെ ശബ്ദം കേൾക്കുകയാണ്. കടക്കട അവർ അടുത്ത് വരുന്നു, നമുക്ക് ഓടാൻ എല്ലാവരും കൂടെ ഓടുവാണ്, ഭയങ്കര സ്പീഡിനകത്ത് ഓടുക. അപ്പോഴാണ് അവരുടെ കോട്ട് പുറകെ കിടക്കുന്നു, കമ്പിളി ഉടുപ്പ് പുറകെ കിടക്കുകയാണ്. അത് കളഞ്ഞ് വെച്ചോടി. ഞാനൊരിക്കൽ മലേഷ്യയിൽ പോയി. മലേഷ്യ 2 ഭാഗമുണ്ട്, ഈസ്റ്റ് മലേഷ്യ, വെസ്റ്റ് മലേഷ്യ. അപ്പുറത്തെ മലേഷ്യ മുഴുവൻ ആദിവാസികളുടെ നാടാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞു വെച്ചാൽ ഞാനൊരു ബാക്ക് പാക്ക് നിറച്ച് പഴയ തുണികൾ എത്തിക്കുക. പാവങ്ങളാണ്, പർവ്വതങ്ങളിലുള്ളവരാണ്. എൻ്റെ കൂടെയുള്ളത് ജപ്പാനിൽ നിന്ന് വന്ന റിക്കി ഗോർഡൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ജപ്പാനിലെ കോളേജ് പ്രൊഫസറാണ്. ഞങ്ങൾ 2 പേരും വലിയൊരു പാക്കറ്റ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. റിക്കി ഗോർഡൻ ഇപ്പോഴും ഉണ്ട്, ചോദിച്ചിട്ടറിയാം. ഞങ്ങൾ നടക്കുകയാണ്. അദ്ദേഹത്തിന് നടുവിന് അസുഖമുള്ള മനുഷ്യനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു, വർഗീസ എനിക്കിതും കൊണ്ട് നടക്കാൻ വയ്യ. കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു, വർഗീസ ഞാനിതങ്ങ് കളയുക, എൻ്റെ ഉള്ള ഭാരം വളരെ കൂടുതലാണ്. ഞാൻ ശരീരം കൊണ്ട് ജോലി ചെയ്യുന്ന മനുഷ്യനല്ല, എൻ്റെ പപ്പ അങ്ങനെ അല്ലായിരുന്നു, ഞങ്ങൾ മക്കളാരും അങ്ങനെയല്ല. ഞാൻ എടുത്തിരിക്കുകയാണ്, എടുക്കാവുന്നതിനേക്കാൾ കൂടുതലാണ്. റിക്കി ഗോർഡൻ പലപ്പോഴും പറയും. ഹല്ലേലൂയ. ആ റിക്കി ഗോർഡൻ ഉണ്ടായിരുന്ന ബാക്ക് പാക്ക് അങ്ങോട്ട് കളഞ്ഞു.
ഞാൻ അതോടെ എടുത്തു, രണ്ടും എടുത്തുകൊണ്ട് ഞാൻ നടന്നു. ഞാൻ ചെല്ലേണ്ടുന്ന സ്ഥാനം കയറി ചെന്ന് വെച്ച് പർവ്വതത്തിലൊക്കെ കയറി മുള കൊണ്ടുള്ള ഏണിക്കകത്തോളൊക്കെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി 10 മണി. അയ്യോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അതുപോലെയായിരുന്നു. അവരോരെ പ്രസംഗിച്ചാട്ടം ഞാൻ പ്രസംഗിക്കണം, എനിക്ക് രാവിലെ 4 മണിക്ക് തിരികെ പോകും വേണം. ഞാൻ പറഞ്ഞു ഒന്ന് കുളിച്ചോട്ടെ, കുളിക്കാൻ നേരമില്ല, മുഖം കഴിയിച്ചെന്ന് പ്രസംഗിച്ചു. ഇറക്കി കൊണ്ടു ഇപ്പോഴും പറയും, അയക്കെടുക്കാൻ വയ്യാഞ്ഞിട്ട് കളഞ്ഞ ആ വലിയ കെട്ട് തുണിയൂടെ ഞാൻ എടുത്തു. ഹല്ലേലൂയ. നിനക്ക് നടക്കാൻ വയ്യാതെ ആകുമ്പോൾ പലതും കളയും. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ ചെയ്ത്, അവർ ദൈവത്തിന് വേണ്ടി ചെയ്താൽ, ദൈവമക്കൾ വേണ്ടി ചെയ്താൽ, അവരുടെ കോട്ട് ഇട്ട് കൊടുത്തു, അവരുടെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി എതിലെങ്കിലും ഒക്കെ കൂടെ കാര്യങ്ങൾ സാധിച്ചു തരും കേട്ടോ. ഹല്ലേലൂയ. എതിരെ കൂടെ തരുന്ന ഇതില്ല. അത് ചിലപ്പോൾ മിത്രങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ശത്രുക്കളിലൂടെ ആയിരിക്കാം. അവരെറിഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി നാം തിരികെ പോകാൻ പോവുകയാണ് കേട്ടോ. 9-ാമത്തെ വാക്യത്തിനകത്തേക്ക് മടങ്ങി പോവുകയാണ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു നാം ചെയ്യുന്നത് ശരിയല്ല. അവരുടെ മനസ്സാക്ഷിക്കാത്തൊരു കുറ്റം. അവർ 4 കൂടാരത്തിൽ പോയി തിന്നു കൊള്ളയിട്ട് കഴിഞ്ഞ് അവർക്ക് ആവശ്യത്തിൽ കൂടുതലായി അവർ കുഷ്ഠരോഗികളാണ്. ഈ സ്വർണം വെള്ളിയും കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനമില്ല. അവർക്ക് വീട് വാങ്ങിച്ച് താമസിക്കാനൊക്കത്തില്ല. പക്ഷെ അവർ പറഞ്ഞു നാം ചെയ്യുന്നത് ശരിയല്ല. ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, നാം ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഒരു ദിവസം നിങ്ങൾ എത്ര പ്രസംഗം കേട്ടു? ചോദിക്കുകയാണ്, ഒരു ദിവസം നിങ്ങൾ എത്ര പ്രസംഗം കേട്ടു? ഞാൻ ഇന്ന് 3 പ്രസംഗം കേട്ടു. ഇന്നത്തെ ദിവസം രാവിലെ 1 കേട്ടു ഇംഗ്ലീഷിൽ, രണ്ടാമതൊരു 3 മിനിറ്റിൻ്റെ മെസ്സേജ് കേട്ടു, പിന്നെ 15 മിനിറ്റിൻ്റെ ഒരു മെസ്സേജ് കേട്ടു. ഞാൻ ഇന്നത്തെ ദിവസം ധൃതിയിലായിരുന്നിട്ട് 3 മെസ്സേജ് കേട്ടു. എൻ്റെ ഭാര്യ 4-5 കേൾക്കും ഒരു ദിവസം. നിങ്ങൾ എത്ര എണ്ണം കേട്ടു? ഹല്ലേലൂയ. പക്ഷെ വേറെ ഇത് കേട്ടിട്ടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ പറയുവാൻ നിങ്ങൾ ശ്രമിച്ചോ. നിങ്ങളുടെ വീട്ടിൽ എത്ര ബൈബിളുണ്ട്? ഒരു ബൈബിൾ പോലും ഇല്ലാത്ത ഒരു വീട്ടിൽ ഒരു ബൈബിൾ എത്തിക്കുവാൻ, ഒരു പുതിയ നിയമം എത്തിക്കുവാൻ, ഒരു പുസ്തകം എത്തിക്കുവാൻ ശ്രമിച്ചോ. ഇതവർ പറഞ്ഞത് കേട്ടാട്ടെ, ഈ കുഷ്ഠരോഗികൾ പറഞ്ഞത് കേട്ടാട്ടെ, ഗേഹാസി പറഞ്ഞത് കേട്ടാട്ടെ. ഹല്ലേലൂയ. ഇന്ന് സദ്വർത്തമാനമല്ലയോ? ഹല്ലേലൂയ. ശത്രു പോയി, അവർ കൊള്ള കിട്ടിയിരിക്കുന്നു, ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നു. ദൈവം അത് ചെയ്തു. ഈ ഫ്രീ ആയിട്ട് ദൈവം തന്നത് നാം എന്തു ചെയ്യും? നമുക്കും യേശു ചെയ്തത് നമ്മളിത് 10 പേരൊക്കെ പറയുമോ? അതോ ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കുമോ? അതോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണെന്ന് പറയുമോ? ഹല്ലേലൂയ. എൻ്റെ മകൻ കൊച്ചുമോൻ എന്തൊക്കെ പറയായിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ എപ്പോഴും പൊങ്ങച്ചം മാത്രം പറയുന്നു, എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അങ്ങനല്ല. ഒരാളിൻ്റെ അമ്മ വ്യഭിചാരിണിയായിരുന്നെങ്കിൽ പറയും ഞാനൊരു വേശ്യയുടെ മകനായിരുന്നു. അവർക്ക് നാണക്കേടില്ല. ഞാൻ അങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ല, പക്ഷേ ഇല്ലാത്തത് പൊങ്ങച്ചമൊക്കെ പറഞ്ഞ് നടക്കാൻ പാടില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ വല്യപ്പച്ചനും എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുസ്തകം വായിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. പിന്നെ എന്നെ പ്രസവിച്ചപ്പോഴത്തേക്ക് അമ്മച്ചി വെളി വന്നു. പ്രസവിക്കാൻ നേരം പ്രസവവേദന ആയപ്പോഴത്തേക്ക് അന്നേരം മെഴ്സിഡീസ് കാർ സ്റ്റാർട്ടാവുന്നില്ല. പിന്നെ അംബാസഡർ എടുത്തുകൊണ്ടാ പോയ. കാളവണ്ടി ഇല്ലാതിരുന്നവരായി പറയുന്നു. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് എനിക്കറിയാവുന്ന ദാനിയൽ അങ്കിൾ, ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. കൊല്ലടുകാരാണ്. എൻ്റെ പപ്പായുടെ വീടിൻ്റെ 3-ാമത്തെ വീടാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. അതിൻ്റെ വീട്ടിൽ ഒരു കാളവണ്ടിയുടെ ചക്രം പതിച്ചു വെച്ചിരിക്കുക കേട്ടോ. അഡ്രസ്സ് തരാൻ പോയി കാണണം. ഒരു കാളവണ്ടിയുടെ ചക്രം. എനിക്ക് ആ കഥ അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞു, മോനെ നീ അന്ന് പറഞ്ഞ കഥ, നീ എങ്ങാണ്ടൊക്കെ പ്രസംഗിച്ചത് ഞാൻ കേട്ടു. എന്നെ മോനെ എന്നാ വിളിക്കുന്നത്. അത് ശരിയല്ല. നീ പറഞ്ഞത് എൻ്റെ വീടിൻ്റെ മേളിൽ ഞാനൊരു കാളവണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. കാരണം എൻ്റെ അപ്പൻ ഒരു കാളവണ്ടിയായിരുന്നു. എൻ്റെ മക്കൾ പറയരുത്, കാരണം ഇന്നത് പണക്കാരനാണ്. എൻ്റെ മക്കൾ പറയരുത് എൻ്റെ അപ്പന് മെഴ്സിഡീസ് കാറായിരുന്നു. എൻ്റെ മക്കൾ പറയരുത് എൻ്റെ വല്യപ്പച്ചന് അംബാസഡർ കാറായിരുന്നു പറയരുത്. അദ്ദേഹം പറഞ്ഞു എൻ്റെ അപ്പന് ഒരു കാളവണ്ടി, ഒരു കാളയുണ്ടായിരുന്നു. 2 കാളയില്ല. 2 കാളയുണ്ടെങ്കിലേ കാളവണ്ടി പോകത്തുള്ളൂ. പക്ഷേ എവിടെയെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അടുത്ത വീട്ടുകാരന് ഇതുപോലെ ഒരു കാളവണ്ടിയും ഒരു കാളയുണ്ട്. അതിനകത്ത് അയാളുടെ കാള ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. അവർക്ക് ലോഡ് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഇവിടുത്തെ കാള അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു കാളയുടെ ഉടമസ്ഥൻ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അദ്ദേഹത്തെ സ്വർഗം മാനിച്ച് വലിയ വീടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ കാളവണ്ടിയുടെ ചക്രം വെച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് മക്കളുടെയൊക്കെ പറയാം, നിങ്ങളെല്ലാവരോടും പറഞ്ഞില്ലെങ്കിൽ മക്കളുടെ അടുക്കലെങ്കിലും പറയണം, ദൈവം എവിടെ നിന്നാണ് നിങ്ങളെ ഉയർത്തിയത്. ഞാൻ എൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. എൻ്റെ പപ്പ കപ്പലണ്ടി വിൽക്കാൻ പോയ മനുഷ്യനാണ്. പോയില്ല,
പകുതി വരെ പോയിട്ട് കരഞ്ഞുകൊണ്ട് തിരികെ പോരുന്നു. കർത്താവെ, എനിക്ക് ലജ്ജയാകുന്നു. കർത്താവെ, കിളപ്പാൻ എനിക്ക് ശക്തിയില്ല, ഇരപ്പാൻ ഞാൻ ലജ്ജിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഞാൻ ഇരപ്പാൻ ഇടയായി തരുന്നത്. നീ എനിക്കൊരു ജോലി തരണമെന്ന് എൻ്റെ പപ്പ പ്രാർത്ഥിച്ചു. പപ്പായ്ക്ക് ഗവൺമെൻറ് റബ്ബർ തോട്ടത്തിൽ സൂപ്രണ്ടായിട്ട് ജോലി കിട്ടി ഒരു ചെറിയ പണക്കാരനായിട്ട് മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവം ചെയ്തു. ഇത് പറയുന്നത് എൻ്റെ വീട്ടുകാരൊക്കെ ചിലരൊക്കെ ബന്ധുക്കളൊക്കെ ഇഷ്ടപ്പെടുന്നത്. എന്തിനാ പറയുന്നത്? എന്താ പറയണം? ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരാണ്? അനുഗ്രഹിക്കുന്നവനായ ദൈവം. എൻ്റെ കഷ്ടതയിൽ നിന്ന് അവർ പറഞ്ഞ് നാം ചെയ്യുന്നത് ശരിയല്ല, നേരം വെളുക്കുന്നത് ഇരിക്കാൻ പാടില്ല. നമ്മളും യേശു ചെയ്തതിനെ പറ്റി പറയണം. ഹല്ലേലൂയ. എന്താണ് പറയേണ്ടത്? ഹല്ലേലൂയ. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. എന്താണ് സുവിശേഷം? ഞാൻ ആളുകൾക്ക് ചോദിക്കും, എന്തിനാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്? ആളുകൾ പറയും പാപിയെ രക്ഷിക്കാൻ. ശരി, പക്ഷേ ശരിയല്ല. രോഗികളെ സൗഖ്യമാകാൻ. ശരി, പക്ഷേ ശരിയല്ല. പിന്നെ പലരും മറുപടി പറയും. ഇതാ ഒറ്റ വാക്യത്തിൽ മറുപടി പറയുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗം. ഒറ്റ വാക്യത്തിൽ യേശു ക്രിസ്തു എന്തിന് ഭൂമിയിൽ വന്നു? അവൻ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അവൻ വന്നു, അവൻ അതിൻ്റെ വില കൊടുത്തു. ഹല്ലേലൂയ. നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടി, പക്ഷെ അവൻ വില കൊടുത്തതാണ്. ഹല്ലേലൂയ. നാം മിണ്ടാതിരിക്കുന്നു. നാം മിണ്ടണം. പറയാൻ അവസരമുള്ളപ്പോൾ പറയണം. അവസരം ഉണ്ടാക്കി പറയണം. വിചാരിച്ചാൽ അവസരം ഉണ്ടാകും. ഒരിക്കൽ ഞാൻ വിമാനത്തിനകത്തിരിക്കുകയാണ്. ഞാൻ വേദോസ്തം എടുത്തു. എനിക്ക് മനസ്സിലായി എൻ്റെ വലത്തുവശത്ത് ഇരിക്കുക മനുഷ്യൻ എന്നെ നോക്കുന്നുണ്ട്. ഞാൻ അടിവരയിടാൻ തുടങ്ങി. ആളെടുക്കെ ചെയ്തു. എന്തുവാ? ഞാൻ പറഞ്ഞത് ഗുഡ് ന്യൂസാണ്. എന്താണ് ഗുഡ് ന്യൂസ്? യേശുക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പാവപ്പെട്ടവനെ ഉയർത്തുന്നു. ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്കുന്നു. ഹല്ലേലൂയ. ചറ്റപ്പുരയിൽ ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ, ഇന്ത്യക്കാരുടെ മീറ്റിംഗാണ്. അവിടുത്തെ എന്നെ ആരും അറിയാത്ത ഒരു സ്ഥലം, മലയാളികളല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താണ് ഇന്നത്തെ ചിലരുടെയും സൂചിച്ചായിട്ട് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അവർ. പലരുടെയും പ്രസംഗ വിഷയം എന്തുവാ? ദൈവം ഒരു വീടുള്ളവന് 2 വീട് കൊടുക്കും, കാറില്ല, മോട്ടോർ സൈക്കിൾ ഉള്ളവന് കാർ കൊടുക്കും. പ്രോസ്പെരിറ്റി ഗോസ്പലാണോ? ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആരെങ്കിലും പ്രോസ്പെരിറ്റി ഗോസ്പൽ പറയുന്നവരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ഞാൻ പ്രോസ്പെരിറ്റി ഗോസ്പൽ. അപ്പോഴാളും ഇവൻ യാറില്ല, ഇവൻ ഞാനോ ദൈവത്തിൻ്റെ വചനം പറയുന്ന മനുഷ്യൻ, ഈ ദൈവം നല്ലവനാണെന്ന് പറയുന്നവനായ മനുഷ്യൻ. ഹല്ലേലൂയ. അതാണ് എൻ്റെ സന്ദേശം. ഈ ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ ജനിച്ചതിനേക്കാൾ നല്ല നിലയിലല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പാസ്റ്റർമാരായിരിക്കുന്നത്. നിങ്ങൾ ജനിച്ചതിനകത്തതിനേക്കാൾ നല്ല വീടുകളിലാണ് നിങ്ങൾ താമസിക്കുന്നത്. നല്ല ആഹാരമാണ് നിങ്ങൾ കഴിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ കഴിയും ദൈവം പ്രോസ്പെരിറ്റി തരുന്നവനല്ല എന്ന്? ഹല്ലേലൂയ. നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടി. പക്ഷേ അതിന് യേശുക്രിസ്തു ഒരു വില കൊടുത്തു. നമ്മൾ അവസരം ഉള്ളപ്പോൾ പറയണം, അവസരം ഉണ്ടാക്കി പറയണം. ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം അവർ പറയുകയാണ്, ഹല്ലേലൂയ, നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. 6:28 മുതൽ നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവർ മക്കളെ പുഴുങ്ങി തിന്നുന്ന കാലം. ആ സമയത്ത് പറയാണ്, നമ്മൾ നേരം വെളുക്കുന്നത് വരെ മിണ്ടാതെ ഇരുന്നാൽ കുറ്റം നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, നേരം പുലരും വരെ നാം ഇത് നമുക്ക് തന്നെ വേണ്ടി ഈ സുവാർത്ത സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. ഇത് ആരോടെങ്കിലുമൊക്കെ പറയണം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, എന്നാണ് നേരം പുലരുന്നു എന്നിവിടെ എഴുതിയിട്ടുണ്ട്. എപ്പോഴാണ് നേരം പുലരുന്നത്? യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു. യേശുക്രിസ്തുവാണ് ഉദയ നക്ഷത്രം. അവൻ വരുന്നത് വരെ നാം കാത്തിരിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഈ സുവിശേഷം എത്താത്ത ഇടങ്ങളിലേക്ക് എത്തിക്കണം. ഞാനും ലിലിയും കട്രായിൽ വേല ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ടൊരു സഹോദരൻ വന്നു, RS പുര ജോസഫ്. അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു. ഗ്രിഫ്, യഥാർത്ഥ പട്ടാളമല്ല, അരപ്പട്ടാളം. അവിടെ നിന്ന് അദ്ദേഹം ജോലി രാജിവെച്ചു എന്നോട് പ്രവർത്തിക്കാനായിട്ട്. ഞാൻ ആകെ വിഷമിച്ചു. എൻ്റെ വീട്ടിലാകെ പട്ടിണിയാണ്. ഞാൻ ജോസഫ് ബ്രദറിൻ്റെ ഒക്കെ പറഞ്ഞു, ജോസഫ് ബ്രദർ ഇന്നാരുടെ പോയായിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യും. എൻ്റെയിൽ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ പറഞ്ഞു, ജോസഫ് ബ്രദറെ, ഒരു ചപ്പാത്തി എൻ്റെയിൽ കിട്ടിയാൽ പകുതി മുറിച്ച് ഞാൻ ബ്രദറിന് തരും. പകുതി കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും കൂടെ കഴിയും. എൻ്റെ സംഘടന ഇപ്പോഴും അങ്ങനെയാണ്. ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ കഴിക്കുന്നത് പോലെ നല്ല ആഹാരം, മിക്കവാറും അതിനേക്കാൾ നല്ല ആഹാരം എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ കഴിക്കുന്നുണ്ട്. ഞാൻ 3-4 മാസമായി കാണും എൻ്റെ വീട്ടിൽ ഇറച്ചി വാങ്ങിച്ചിട്ട്. ആരെങ്കിലും ഗസ്റ്റ് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. വന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല ആഹാരം. ഒരു കൂട്ടാൻ എനിക്ക് മതി. ഒരു കൂട്ടാനും തൈരും ഉണ്ടെങ്കിൽ ഐ എം വെരി വെരി ഹാപ്പി. കൂടിപ്പോയാൽ ഒരു പച്ചമുളകും മതി. അയ്യോ, ഇത് ഞാൻ എൻ്റെ തീരുമാനമാണ്. അയ്യോ, രൂപ എൻ്റെ ഇല്ലാഞ്ഞിട്ടല്ല.
പിന്നെ എന്താണ്? എങ്ങനെയെങ്കിലും രൂപ സമ്പാദിച്ചിട്ട് ഒരു പുതിയ നിയമം വാങ്ങി ആർക്കെങ്കിലും കൊടുക്കാം, എങ്ങനെയെങ്കിലും സമ്പാദിച്ചിട്ട് ഞാൻ 5 കപ്പ് കാപ്പി കുടിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് 4 കപ്പ് ആക്കിക്കൂടാ? 4 കപ്പ് ആക്കാമെങ്കിൽ എനിക്ക് 5 രൂപ ലാഭിക്കാം. 5 രൂപ ലാഭിക്കാമെങ്കിൽ ഒരു പുതിയ നിയമം വാങ്ങി ആർക്കെങ്കിലും കൊടുക്കാം. എനിക്ക് വേണ്ടിയല്ല, ലോകം നേരം വെളുക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കാൻ പാടില്ല. ആ സമയത്താണ് ജോസഫ് ബ്രദർ കട്രായിലെൻ്റെ വന്നത് പ്രവർത്തിക്കാം. ഞാനും ജോസഫ് ബ്രദറിനെയും കൊണ്ട്, ഞാനും ലില്ലിയും ചാക്കോച്ചനും കൂടെ, ഞങ്ങൾ 3 പേരും കൂടെ വണ്ടി കയറിയിട്ട്, RS പുരയും കൂടെ കയറിയിട്ട്, ഞങ്ങൾ അദ്ദേഹത്തെ RS പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി. ജമ്മുവിന് അടുക്കളുള്ളൊരു സ്ഥലമാണ് RS പുര, നവാഷഹർ RS പുര. അത് കഴിഞ്ഞും വെച്ച് ഞാൻ അറിഞ്ഞു അതിനടുക്കൽ ചക്രോയി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പള്ളിയുണ്ട്. അവിടെ കുറേ ക്രിസ്ത്യാനി വീടുകളുണ്ട്. ഞാനും ലില്ലിയും കൂടെ ഒരു കുതിരവണ്ടിക്കകത്ത്, അവിടെ ബസ് പോകത്തില്ല, ഒരു കുതിരവണ്ടിക്കകത്ത് കയറി, പലരും പോകുന്ന കുതിരവണ്ടിയാണ്, ഷെയറാണ്. കുതിരവണ്ടിക്കകത്ത് കയറി ചക്രോയി ചെന്നിറങ്ങി. ചക്രോയി ചെന്നിറങ്ങി വെച്ച് ഞാൻ കടയിൽ ചോദിച്ചു, ഇവിടെ കാണാൻ ഗിർജാഘറുണ്ടോ, പള്ളിയുണ്ടോ? അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ കാണാൻ ക്രിസ്ത്യാനികളുണ്ടോ? അവർ പറഞ്ഞില്ല, ആടിനെ അറക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ കുറച്ചുകൂടെയൊക്കെ വിശദീകരിച്ച്, എനിക്കറിയാം അങ്ങനെ പറയേണ്ടത്. ഓ ശരിയാ, ഇതിലെ കൂടെ ചെന്നിട്ട് ഇതിലെ കൂടെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ്, ശരിയാ, അതാ അവരുടെ ഗിർജാഘർ, അതാണ് അവരുടെ പള്ളി. അവിടെ 1-2 വീട്ടുകാരുണ്ട്. ഞാനും ലില്ലിയും എൻ്റെ വിചാരം ചാക്കോച്ചനും കൂടെ നടക്കുകയാണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു, നല്ല തണുപ്പുള്ള സമയം. ഒരു സ്ത്രീ അവിടെ ഇരുന്നിട്ട് ഹുക്ക വലിക്കുക. ഹുക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അല്ലെ? മുഗൾ രാജാക്കന്മാരൊക്കെ വലിച്ചുകൊണ്ടിരുന്ന അതുപോലെ ഹുക്ക വലിക്കുകയാണ്. ഹുക്ക, അതിനകത്ത് വെള്ളമുണ്ട്, ആ വെള്ളത്തിൻ്റെ കുടുകുടുവ ശബ്ദമാണ്, ആ പുക അതിനകത്തൂടെ വരുന്നത്. അവർ പറയുന്ന വെള്ളം ശുദ്ധീകരിക്കുന്നതെന്നൊക്കെയാണ്. അതൊന്നുമില്ല. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഞാൻ അടുക്ക ചെന്നു പള്ളിയുടെ മുമ്പിൽ ഇരിക്കുക. പള്ളി എന്ന് പണ്ട് പേരോ, പക്ഷെ കാണുമ്പോൾ അറിയാം പള്ളിയാണെന്ന്. അതിന് കഥകില്ല, ആരാണ്ട് എടുത്തുകൊണ്ട് പോയത് വേറെ ജാതിക്കാരും അല്ല കേട്ടോ. ജനലില്ല, അതും കൊണ്ടുപോയി. മുറ്റത്ത് വേറെ ആരാണ്ടുടെ പശുക്കളെ എരുമയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞാൻ അടുക്ക ചെന്ന് വല്യമ്മച്ചി അടുക്കൽ ഇരുന്നുകൊണ്ട് ചോദ്യം ചോദിച്ചു, വല്യമ്മച്ചി, മാതാജി, ഇവിടെ ക്രിസ്ത്യാനികൾ വല്ലവരും ഉണ്ടോ? അവരിങ്ങനെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരുടെ കണ്ണാടി വെച്ചിരിക്കുക, വില കുറഞ്ഞ കണ്ണാടി, നൂല് കൊണ്ട് കെട്ടിയത് വെച്ചിട്ടിങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ പറഞ്ഞു, ഞാനൊരു ഉപദേശിയാണ്, പാസ്റ്ററാണ്, പാതിരിയാണ്, ഞാൻ ക്രിസ്ത്യാനികളെ കാണാൻ വന്നിരിക്കുക. അവർ തലയെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ക്രിസ്ത്യാനികളെല്ലാവരും കാട് കയറി പോയപ്പോൾ നാണ്ട്ര പള്ളിയിലെ പാസ്റ്റർ കയറി വന്നിരിക്കുന്നു. എൻ്റെ ഒക്കെ ചോദിച്ചു, ഇന്ത്യക്ക് പാർട്ടീഷൻ കിട്ടിയപ്പോൾ, അവരുടെ ഭാഷയാണ് കേട്ടോ, പാർട്ടീഷൻ കിട്ടിയപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ അന്ന് വന്നില്ല? ഇവിടെ 60 വീട്ടുകാരുണ്ടായിരുന്നു, അവരെല്ലാവരും അക്രൈസ്തവരായി, ഇന്ന് 2 വീട്ടുകാരേ ഉള്ളൂ. അവിടെ താമസിക്കുന്ന മന്ന എന്നാണ് പേര്, അയാളും പിന്നെ ഞാനും, എൻ്റെ മക്കൾ പോലും പള്ളിയിൽ പോകുന്നത്. ഇവിടെ പള്ളിയില്ലല്ലോ, ഇവിടെ ആരാധനയില്ലല്ലോ, വേറെ ആരുമില്ല. എന്തുകൊണ്ട് 1947 നിങ്ങൾ വന്നില്ല? ഞാൻ ആ സ്ത്രീയുടെ ചോദ്യം മറക്കത്തില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടെ പോകുവാനും പലപ്പോഴും സഭകൾ നടത്തുവാനും സഭാരാധന നടത്തുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. ഇന്നവിടെ വേലയുണ്ട്, RS പുരയിലും സഭയുണ്ട്, 1-ലധികം സഭകളുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം, ഇതുപോലെ നമ്മൾ പോകാത്ത ഗ്രാമങ്ങൾ ഒത്തിരിയുണ്ട്. ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന സായിപ്പന്മാരുടെ കാലത്ത്, ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, മിഷണറിമാരുണ്ടായിരുന്ന കാലത്ത് പലയിടങ്ങളിലും ഒരു സഭകൾ സ്ഥാപിച്ചു. പക്ഷേ നമ്മളാരും പോയില്ല, നമ്മുടെ മക്കളെ അയച്ചില്ല. നമ്മളെല്ലാം പോയത് അമേരിക്കയ്ക്കാണ്, നമ്മളെല്ലാം പോയത് ജർമ്മനിക്കാണ്, നമ്മളെല്ലാം പോയത് ഇംഗ്ലണ്ടിലേക്കാണ്, നമ്മളെല്ലാം പോയത് ദുബായിലേക്കാണ്. പക്ഷെ നാം പോയത് നമ്മുടെ മക്കളെ അയച്ചില്ല. നേരം വെളുക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. ഹല്ലേലൂയ. നേരം വെളുക്കുന്നവരെ കാത്തിരിക്കരുത്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാകാം. നേരം വെളുക്കുന്നത് നമ്മൾ ശരിയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ചെയ്യുന്നത് ശരിയല്ല, നാം മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ട് ഒറീസയിലേക്ക് പോയില്ല? എന്തുകൊണ്ട് ബീഹാറിലേക്ക് പോയില്ല? എന്തുകൊണ്ട് ജമ്മു കാശ്മീരിലേക്ക് പോയില്ല? നിങ്ങൾക്കറിയാം, ജമ്മു കാശ്മീരിലേക്ക് പോയ ആദ്യത്തെ സുവിശേഷ വേലക്കാരൻ പാസ്റ്റർ PM തോമസാണ് എൻ്റെ പാസ്റ്റർ. ഏത് വർഷത്തിലായിരുന്നു? 1961. 1961 മുമ്പ് മർത്തോമ സഭ ഉണ്ടായിരുന്നു, യാക്കോബ സഭ ഉണ്ടായിരുന്നു, കേരളത്തിൽ IPC ഉണ്ടായിരുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡ് ഉണ്ടായിരുന്നു, ചർച്ച് ഓഫ് ഗോഡ് ഉണ്ടായിരുന്നു. പക്ഷെ നാം പോയില്ല, നമ്മുടെ മക്കളെ അയച്ചില്ല. ഞാൻ പറയുന്നത് ശരിയാട്ടെ. വേദപുസ്തകത്തിൽ പറയുന്നു, കുഷ്ഠരോഗിയോട് പറയാൻ, നാം ചെയ്യുന്നത് ശരിയല്ല. നാം ഇത്രയും കഴിച്ചു, നമുക്കിഷ്ടം പോലെ സ്വത്തുണ്ടായി, നമുക്കിഷ്ടം പോലെ വെള്ളി ഉണ്ടായി, നമുക്കിഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടായി, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ സഹോദരന്മാരെ പട്ടിണി കിടക്കുകയാണ്. ഹല്ലേലൂയ. അവർ പ്രാവും കാഷ്ടമെന്ന്
പറയുന്നത് പയർ വറുത്തത് 50 രൂപയ്ക്ക് 1/2 ലിറ്ററിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും നമ്മൾ പോയി സുവിശേഷം പറഞ്ഞേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ, അവര് സുവിശേഷം പറയാനായിട്ട് പോയി. പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ, അടുത്ത ദിവസം പ്രവാചകൻ എന്തായിരുന്നു പറഞ്ഞത്? നീ കാണും, കണ്ണുകൊണ്ട് കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ല. അപ്പുറത്തേക്ക് അറിഞ്ഞു, ഇതവിടെ വിൽക്കുന്നു. ആ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് 1/2 ലിറ്ററിന് 10 ലിറ്ററിന് 10 രൂപയ്ക്ക് ഗോതമ്പ് വിൽക്കുന്നു, 10 രൂപയ്ക്ക് 20 ലിറ്റർ ബാർലി വിൽക്കുന്നു. അവരെല്ലാവരും കൂടെ ഓട്ടം തുടങ്ങി. അപ്പോഴാണ് ഈ രാജാവിൻ്റെ അസിസ്റ്റന്റ് എങ്ങനെ, സ്വർഗസ്ഥനായ ദൈവം സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും നടക്കത്തില്ലെന്ന് പറഞ്ഞവൻ്റെ പുറത്തുള്ള കയറി. പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് കേട്ടാട്ടെ, ദൈവത്തിൻ്റെ ശാപം വലിച്ച് നിന്റെ മേൽ വെക്കരുത്, ദൈവത്തിൻ്റെ ശാപം നിന്റെ മക്കളുടെ മേൽ വെക്കരുത്, ദൈവത്താൽ അസാധ്യമെന്ന് പറയരുത്, ഈ ദൈവം ചെയ്യത്തില്ലെന്ന് പറയരുത്. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കും. ദൈവം പറഞ്ഞതിന് അപ്പീലില്ല, അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. എൻ്റെ വിഷയം എന്താണ്? നാം ചെയ്യുന്നത് ശരിയല്ല. സുവിശേഷം പറയേണ്ടിയവരോട് നാം പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ 6 ലക്ഷം ഗ്രാമങ്ങളാണുള്ളത്. 1/2 ലക്ഷം ഗ്രാമത്തിനകത്ത് 50,000 ഗ്രാമത്തിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനി ഉള്ളൂ. ബാക്കി 5.5 ലക്ഷം ഗ്രാമത്തിൽ ആരും സുവിശേഷമായിട്ട് പോയി. ഞാൻ പറഞ്ഞു, ജമ്മു കാശ്മീരിലേക്ക് 1961 വരെ ആരും പോയിട്ടില്ല. നിങ്ങളുടെ അപ്പച്ചൻ പോയില്ല, നിങ്ങളുടെ വല്യപ്പച്ചൻ പോയില്ല, എൻ്റെ അപ്പച്ചൻ പോയില്ല, എൻ്റെ വല്യപ്പച്ചൻ പോയില്ല. ആര് പോകും? ആര് പറയും ഞാൻ പോകാം ജമ്മു കാശ്മീരിലേക്ക്, ഞാൻ പോകാം ബീഹാറിലേക്ക്, ഞാൻ പോകാം ഛത്തീസ്ഗഡിലേക്ക്, ഞാൻ പോകാം വെസ്റ്റ് ബംഗാളിലേക്ക്, ഞാൻ പോകാം കർത്താവെ സുവിശേഷം പ്രസംഗിക്കാൻ ആളില്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ പോകാം. പക്ഷെ നമ്മുടെ ദർശനം എവിടെയാണെന്നറിയാം? നമുക്ക് മലയാളികളുടെ ദർശനമെല്ലാം എനിക്കറിയാം എവിടെയാണെന്ന്. നിങ്ങൾ പടങ്ങരുത് എൻ്റെ കാൽ. നെയ്യാറ്റിൻകര മുതൽ കോഴിക്കോട് വരെ തീർന്നു. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, വയനാട്ടിലേക്ക് പോകത്തില്ല, മലപ്പുറത്തേക്ക് പോകത്തില്ല, കാസർഗോഡേക്ക് പോകത്തില്ല, പാലക്കാട്ടേക്ക് പോകത്തില്ല. ഈ മെയിൻ ലൈനിൽ കിടക്കുകയാണ്. എന്തുകൊണ്ട് നാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല? എന്തുകൊണ്ട് മാറി വേറൊരു സഭയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നില്ല? നാം ചെയ്യുന്നത് ശരിയല്ല, നാം ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. പട്ടക്കാരെ, ഞാൻ നിങ്ങളോട് ബഹുമാനപൂർവ്വം ഒരു കൊച്ചനിയനെന്ന നിലയിൽ പറയുകയാണ്, തിരുമേനിയോട് പറയുകയാണ്, മാവാ തിരുമേനിയോട് പറയുകയാണ്, മർത്തോമയിലെ വലിയ തിരുമേനിയൊക്കെ പറയുകയാണ്, IPC വലിയ പ്രസിഡന്റൊക്കെ പറയുകയാണ്, അസംബ്ലീസ് കോഡിൽ വലിയ വാസനൊക്കെ പറയുകയാണ്, ശാസ്ത്ര കോഡിലെ വലിയ വാസനൊക്കെ പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് പോകാം, നമ്മുടെ ഒരു കുഞ്ഞിനെ അയക്കാം. എൻ്റെ കൂടെ വരാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടന ചേർന്ന് പോയാട്ടെ. നാം പോയില്ലെങ്കിൽ ആര് പോകും? അത് ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ്? ഇതാണ് സുവർണാവസരം. വാതിലുകൾ തുറന്നു കിടക്കുന്നു. അടയുന്നതിന് മുമ്പ് ഞാൻ ശബ്ദം കേൾക്കുകയാണ്, കിറാന്ന് പതുക്കെ അടയുകയാണ്. അത് അടയുന്നതിന് മുമ്പ് നമുക്ക് പോകാം. സഭയില്ലാത്ത സ്ഥലത്ത് സഭകൾ സ്ഥാപിതമാകട്ടെ. നാം ചെയ്യുന്നത് ശരിയല്ല. പോകാം, നമുക്ക് പോകാം, സുവിശേഷവുമായിട്ട് പോകാം. പ്രസംഗിക്കാൻ ആരുമില്ലാത്ത ഇടത്ത്, പട്ടിണി കിടക്കുന്ന സ്ഥലത്തേക്ക്, അന്ധകാരം നിറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ആര് പറയും ഞാൻ പോകും? അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ നെഞ്ചത്ത് കൈവയ്ക്കാം. കർത്താവെ, ഞാൻ ഇന്ന് ദൈവശബ്ദം കേട്ടു. എൻ്റെ വല്യപ്പച്ചൻ പോയില്ല. 1961 വരെ കാശ്മീരിൽ പോയില്ല. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ജമ്മു കാശ്മീരിൽ സാഹിബ്മാർ പ്രവർത്തിച്ച സ്ഥലത്തെല്ലാം ഇതുവരെ നമ്മൾ പോയിട്ടില്ല. സാഹിബ്മാർ പോയി, മടങ്ങിപ്പോയി. അവിടെ എല്ലായിടത്തും നമ്മുടെ സുവിശേഷ വേലക്കാർ പോയിട്ടില്ല. കർത്താവേ, ഈ അപരാധം എന്നോട് ക്ഷമിക്കണമേ. നാം ചെയ്യുന്നത് ശരിയല്ല. ജമ്മുവിന് അടുക്കലാണ് ചക്രോയി. ജമ്മുവിൽ അടുക്കലായിരുന്നു RS പുര. ആളുകൾ പോയി സഭ സ്ഥാപിച്ചു കഴിഞ്ഞോ പിന്നെ അതിൻ്റെ പുറകെ പോകാൻ ആളുകളുണ്ട്. പക്ഷെ പോകാൻ ആളില്ലാത്തടത്തേക്ക് പോകുവാൻ എന്നെ സഹായിക്കണമേ. ആര് പറയും ഞാൻ പോകാം? അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ പറയുന്നവരെ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പ്രാർത്ഥിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാം. ഇരിക്കുകയല്ല, കൈപൊക്കുകയല്ല, എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലാണ്, എനിക്കറിയാം. ആര് പറയും ഞാൻ പോകാം? പെങ്കൊച്ചെ, ആര് പറയും ഞാൻ പോകാം? ചെറുപ്പക്കാരാ, ആര് പറയും ഞാൻ പോകാം? അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, ആരൊക്കെയാണോ ഈ സമയത്ത് തങ്ങളെ തന്നെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പോകുവാൻ തീരുമാനിക്കുന്നത്, സമർപ്പിക്കുന്നത്, കർത്താവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പോകട്ടെ. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. സ്വർഗത്തിലെ ദൈവമേ അത് ചെയ്യണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിർത്തരുത്. എല്ലാവർക്കും പോകാൻ സാധ്യമല്ല. വർഗീസ് പിള്ളേരെ, എനിക്ക് പോകാൻ സാധ്യമല്ല. ഞാനൊരു അമ്മയാണ്. പക്ഷേ പോയിരിക്കുന്ന ഒരാളിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആര് പറയും? ഞങ്ങളുടെ മാസികങ്ങൾക്ക് വരുത്താൻ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വേറെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മാസികയ്ക്ക് വേണ്ടി എഴുതിയാട്ട്. ഇന്ത്യൻ മെസ്സഞ്ചർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
അയച്ചു തരാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പോയിരിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സുവിശേഷം എത്തിയിട്ടില്ലാത്ത പാലക്കാട് ഏറിയായാലും മലബാറിലേക്ക് കാസർഗോഡ് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ആര് പറയും ഞാൻ പ്രാർത്ഥിക്കാം? എല്ലാവർക്കും എല്ലാവരെയും സഹായിക്കാൻ സാധ്യമല്ല, പക്ഷെ എല്ലാവർക്കും ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ കഴിയും. പ്രാർത്ഥിക്കുന്നു. 3, ആര് പറയും എനിക്ക് പോകുവാനും സാധ്യമല്ല? പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞാൻ എൻ്റെ പണം കൊണ്ട് സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു തേങ്ങയുടെ വില മാസത്തിൽ ആര് മാറ്റിവെക്കും? 1 കിലോ റബ്ബറിൻ്റെ വില ആര് മാറ്റിവെക്കും? ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ദശാംശം ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കുക. അതുകൂടാതെ 1% സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുക. പോകുക, പ്രാർത്ഥിക്കുക, സഹായിക്കുക. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെയാണോ പോകുവാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ആരൊക്കെയാണോ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ആരൊക്കെയാണോ ഞാൻ പോയിരിക്കുന്നവരെ സഹായിക്കും, 1 തേങ്ങയുടെ വില, 1 കിലോ റബ്ബറിൻ്റെ വില, കർത്താവെ, ഒരു ദിവസ കൂലി എനിക്ക് കിട്ടുന്നത് സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. കർത്താവെ, ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, രാജസ്ഥാൻ മുതൽ അരുണാചൽ പ്രദേശ് വരെ ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ തലമുറയിൽ ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.